രാവിലെ തുടരുകയാണ്. ഇനി 9 മണി വാർത്തകളുടെ തലക്കെട്ടുകളിലേക്ക്. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലെ തിക്കിലും തിരക്കിലും 18 മരണം. മരിച്ച 5 പേർ കുട്ടികൾ, 9 പേർ സ്ത്രീകൾ. തിക്കും തിരക്കുമുണ്ടായത് 14, 15 പ്ലാറ്റ്ഫോമുകളിൽ. അപകടത്തിൽപ്പെട്ടവരിൽ ഏറെയും മഹാകുംഭമേളയ്ക്കെത്തിയവർ. ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ച് റെയിൽവേ. സാഹിബ് യോഗ്യനാണോ എന്ന് ചോദിച്ചാൽ യോഗ്യനാണ് എന്നതല്ലാതെ മറ്റൊരു മറുപടിയില്ല. യോഗ്യനാകലും അത് ആവശ്യപ്പെടുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തിൽ മുസ്ലിം ലീഗ് പിടിമുറുക്കുമെന്ന സൂചന നൽകി PMA സലാം. അഭിപ്രായ പ്രകടനം ന്യൂസ് 18 അഭിമുഖത്തിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് കോൺഗ്രസ് ഒറ്റയ്ക്കല്ല, സമയമാകുമ്പോൾ പറയാനുള്ളത് പറയും. ലീഗിലെ സ്ത്രീ പ്രാതിനിധ്യത്തിൽ PK ഫിറോസിനെയും തള്ളി സലാം. വിവാദത്തിൽ വിശദീകരണവുമായി ശശി തരൂർ. ലേഖനത്തിൽ പറഞ്ഞത് CPM-ന്റെ നയം മാറ്റത്തിന്റെ ഗുണഫലം. ഉമ്മൻചാണ്ടിയും PK കുഞ്ഞാലിക്കുട്ടിയും കേരളത്തിന് കാതലായ വളർച്ച നേടിക്കൊടുത്തവർ. വിശദീകരണം വലിയ ഫലം കാണില്ലെന്ന് സൂചന. നടപടി വേണമെന്ന നിലപാടിൽ ഉറച്ചു കോൺഗ്രസ് നേതാക്കൾ. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം ആലോചിക്കാൻ മുഖ്യമന്ത്രി വിളിച്ച യോഗം നാളെ. കേന്ദ്ര വായ്പ ചെലവഴിക്കുന്ന കാര്യം പ്രധാന ചർച്ചയാകും. വായ്പാ വിനിയോഗ കാലാവധി നീട്ടിച്ചോദിക്കുന്നതും പരിഗണനയിൽ. ടൗൺഷിപ്പ് നിർമ്മാണം, എസ്റ്റേറ്റ് ഏറ്റെടുക്കൽ എന്നിവയിലെ പുരോഗതിയും വിലയിരുത്തും. സിനിമാ പ്രമോഷന് ടൊവിനോ തോമസ് ഹെലികോപ്റ്ററിലെത്തി എന്ന ആക്ഷേപത്തിൽ മറുപടിയുമായി നിർമ്മാതാവ്. നടൻ ഹെലികോപ്റ്റർ ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് രാജു മല്യത്ത്. സിനിമ പ്രതിസന്ധിയിലായപ്പോൾ സഹായിച്ചത് ടൊവിനോ. ആരോപണം ഉന്നയിച്ചത് ന്യൂസ് 18 ഹെലികോപ്റ്ററിലാണ്. താരം വന്നിറങ്ങി ഹെലികോപ്റ്ററിൽ ഇറങ്ങി അതിന്റെ ചെലവ് നിർമ്മാതാവ് കൊടുത്തു. മാത്രമല്ല, അദ്ദേഹത്തോടൊപ്പം ഒരു സ്റ്റാർ ഹോട്ടൽ അദ്ദേഹത്തിന്റെ സഹായിയും താമസിക്കുന്നു. പ്രൊമോഷൻ നിർമ്മാതാവിന് മാത്രം മതിയോ? ഡൽഹി മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ തിരക്കിട്ട ശ്രമം. BJP കേന്ദ്ര നിരീക്ഷകർ ചർച്ച നടത്തും. നിയമസഭാ കക്ഷി യോഗത്തിനു ശേഷം അന്തിമ പ്രഖ്യാപനം. അക്രമം തുടർന്ന് പടയപ്പ. മൂന്നാർ കനിമലയിൽ ഇന്നലെ രാത്രി ബൈക്ക് യാത്രക്കാരെ ആക്രമിച്ചു. 2 പേർക്ക് പരിക്ക്. ഇന്ന് രാവിലെ വഴിയോരക്കടയും തകർത്തു. നിലമ്പൂർ മൂത്തേടത്ത് ഭീതി പരത്തി കാട്ടാന. പട്ടാമ്പി തിരുവേഗപ്പുറയിൽ പുലിയെ കണ്ടെന്ന് നാട്ടുകാർ. തിരുവനന്തപുരം പോത്തൻകോട്ട് ബൈക്കുകൾ കൂട്ടിയിടിച്ച് ദമ്പതികൾക്ക് ദാരുണാന്ത്യം. മരിച്ചത് പോത്തൻകോട് സ്വദേശികളായ ദിലീപും നീതുവും. പരിക്കേറ്റ 2 പേരുടെ നില ഗുരുതരം. ചാലക്കുടിയിൽ ബൈക്ക് ഡിവൈഡറിലിടിച്ച് 2 മരണം. ചേർത്തലയിൽ ഭർത്താവ് ഭാര്യയെ കൊന്ന കേസിൽ പോലീസിനെതിരെ കുടുംബം കോടതിയിലേക്ക്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കേസ് മാത്രം ചുമത്തിയത് പ്രതിയെ രക്ഷിക്കാൻ എന്ന ആരോപണം. മകളുടെ ദൃക്സാക്ഷിമൊഴിയുണ്ടായിട്ടും പോലീസിന് നിസ്സംഗ നിലപാടെന്ന് കുടുംബം. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ തിക്കിലും തിരക്കിലും 5 കുട്ടികളടക്കം 18 പേർ മരിച്ചു. ഇന്നലെ രാത്രിയാണ് അപകടമുണ്ടായത്. ട്രെയിൻ പ്ലാറ്റ്ഫോം മാറിയതറിഞ്ഞ് യാത്രക്കാർ തിരക്ക് കൂട്ടിയതാണ് അപകട കാരണം. ഉന്നതതല അന്വേഷണത്തിന് നിർദ്ദേശിച്ച് റെയിൽവേ. മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബത്തിന് റെയിൽവേ നഷ്ടപരിഹാരവും പ്രഖ്യാപിച്ചു. സ്റ്റേഷനിൽ അനിയന്ത്രിതമായ തിരക്കാണ് അനുഭവപ്പെട്ടതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. इतनी भीड़ मैंने सन 81 से रेलवे में भर्ती हूँ, यहाँ पर कुली का काम कर रहा हूँ. मैंने ऐसी भीड़ कभी ज़िंदगी में नहीं देखी. तो ये हमसा हुआ, प्रयागराज स्पेशल भेज रहे थे ये लोग, उसको 12 नंबर से चेंज 16 नंबर कर दिया. तो 12 नंबर की पब्लिक 16 पे आई और बाहर की पब्लिक जब 16 पे जाने लगी तो एकदम बच गई पब्लिक. इसके लीटर और जीने पे पब्लिक गिर गई. कुली भाइयों को ठीक पड़ा. कुली भाई दौड़ के आए. पूरे कुली भाइयों ने रास्ता ब्लॉक किया. ब्लॉक करके पब्लिक को रोक के और लाश निकाली.
हमने खुद ने एम्बुलेंस में लोड की, 15 हमने लोड किए और आगे पता नहीं है, 15 हमने लोड किए। अरे साहब, खाई जूता पड़ा, खाई कपड़ा पड़ा, पब्लिक भच गई, एकदम दब गई नीचे नीचे पब्लिक दब गई एकदम। अरे हमारी हालत ऐसी हो गई साहब, हमको रोज आ गए, हमने रात को खाना भी नहीं खाया, मेरी कसम अब तक खाना नहीं खाया वो हरसा को देख के। और कुली भाइयों ने हमारे 3 घंटा तक इतनी मदद करी, ऐसी है में पुलिस ने मदद नहीं की है, कुली भाइयों ने जो मदद की है वो। രാകേഷ് വിവരങ്ങൾ പങ്കുവെക്കും. രാകേഷ്, വലിയൊരു അപകടമാണ്. മരണസംഖ്യ ഇപ്പോൾ 18 എന്നാണ് ഔദ്യോഗിക കണക്ക്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? പ്ലാറ്റ്ഫോമുകളാണ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലുള്ളത്. ഏതാണ്ട് പാഡ്ഗഞ്ച് മുതൽ ഒപ്പം തന്നെ അജ്മീരി ഗേറ്റ് വരെ നീണ്ടുകിടക്കുന്ന അതാണ് ഈ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ. ഇതിൽ 14 നമ്പർ പ്ലാറ്റ്ഫോമിലാണ് വലിയ തിരക്ക് അനുഭവപ്പെട്ടതും അതൊരു ദുരന്തത്തിലേക്ക് നയിക്കുകയും ചെയ്തത്. കാരണം ഇന്നലെ രാത്രി 9:45 അപകടമുണ്ടായത്. ട്രെയിനുകൾ വൈകിയതാണ് ഈ വലിയ തിരക്ക് അനുഭവപ്പെടാൻ കാരണമായത്. കാരണം പ്രയാഗ്രാജ് ഇന്നലെ ശനിയാഴ്ചയാണ്, ഇന്ന് അവധി ദിവസമാണ്. അപ്പോൾ പ്രയാഗ്രാജിലേക്ക് പോകാനായി നിരവധി തീർത്ഥാടകർ ഈ സമയത്ത് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. പക്ഷേ 2 ട്രെയിനുകൾ വൈകുകയും മറ്റൊരു ട്രെയിൻ വരാൻ സമയമായതുകൊണ്ടും വലിയ തിരക്ക് ഈ സമയം അനുഭവപ്പെട്ടു. ഏതാണ്ട് ദൃക്സാക്ഷികൾ നൽകുന്ന വിവരമനുസരിച്ച് സ്റ്റെയർ കേസിന് മുകളിലും ഒപ്പം തന്നെ ഫ്ലൈ ഓവറിന് മുകളിലൊക്കെ തന്നെ ആളുകൾ തിങ്ങി നിൽക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ തിക്കിലും തിരക്കിലും ആളുകൾ വീണു. ഇത് ആളുകളെ പരിഭ്രാന്തരാക്കി. പിന്നീട് അത് ഇത്തരത്തിൽ വലിയ ദുരന്തത്തിലേക്ക് നയിച്ചു എന്നാണ് ദൃക്സാക്ഷികൾ ഇപ്പോൾ പറയുന്നത്. കാരണം ഇന്നലെ വൈകിട്ട് 9:00 അവിടെ നിന്ന് പുറപ്പെടേണ്ട ട്രെയിനുകളാണ്. ഒന്ന് ഭുവനേശ്വരിലേക്കുള്ള രാജധാനി എക്സ്പ്രസ്, ഒപ്പം തന്നെ ബീഹാറിലെ ദർഭാംഗയിലേക്കുള്ള സ്വതന്ത്ര സേനാനി എക്സ്പ്രസ്. പക്ഷേ ഈ 2 ട്രെയിനുകളും വൈകി. അതുകൊണ്ട് തന്നെ ഈ ട്രെയിനിലെ യാത്രക്കാരെല്ലാം തന്നെ ഈ 14 നമ്പർ പ്ലാറ്റ്ഫോമിലുണ്ടായിരുന്നു. ഇതിന് പുറമെ അവിടെ നിന്ന് പുറപ്പെടേണ്ട മറ്റൊരു ട്രെയിനായിരുന്നു പ്രയാഗ്രാജ് എക്സ്പ്രസ്. അതിൻ്റെ യാത്രക്കാരും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ തിരക്ക് അനിയന്ത്രിതമായി തുടരുന്നതിനിടയിൽ തന്നെ റെയിൽവേയുടെ ഭാഗത്തുനിന്നൊരു അനൗൺസ്മെൻ്റ് ഉണ്ടായി. ഈ അനൗൺസ്മെൻറ്റ് ട്രെയിൻ നിലവിൽ പുറപ്പെടേണ്ടിയിരുന്ന 14 നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്ന് മാറി 16 നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറപ്പെടുമെന്ന അറിയിപ്പ് വന്നു. അത് തെറ്റായ അറിയിപ്പാണെന്നാണ് പിന്നീട് അധികൃതരുടെ ഭാഗത്തുനിന്നടക്കം പറയുന്നത്. പക്ഷേ ഏതായാലും അത്തരമൊരു അനൗൺസ്മെൻറ്റ് ആളുകൾ വീണ്ടും കൂട്ടത്തോടെ 16 നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് പോകാൻ ഇടയാക്കി. ഇതും ഇത്തരത്തിൽ വലിയ തിരക്കുണ്ടാക്കാനും ഒപ്പം തന്നെ ആളുകൾ മരണത്തിലേക്ക് നയിക്കാനും ഇടയാക്കി എന്നാണ് ഇപ്പോൾ ദൃക്സാക്ഷികൾ അടക്കം പറയുന്നത്. റെയിൽവേ പോലീസ് നൽകുന്ന വിശദീകരണം അനുസരിച്ച് വലിയ തിരക്ക് അവിടെ ഉണ്ടായിരുന്നു. കാരണം ആ സമയം മാത്രം ഏതാണ്ട് വിറ്റത് 1500-ലധികം ജനറൽ ടിക്കറ്റാണ്. നമുക്ക് ഊഹിക്കാം അതിൽ നിന്ന് തന്നെ എത്ര അധികം ആളുകൾ ആ സമയം അവിടെ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ പക്ഷേ അത് നിയന്ത്രിക്കാൻ പാകത്തിലുണ്ടായിരുന്ന പോലീസ് ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ അധികൃതർ പറയുന്നത് സുരക്ഷാ സംവിധാനം ഉണ്ടായിരുന്നു, പക്ഷേ പെട്ടെന്നെല്ലാം സംഭവിച്ചു എന്നൊരു വിശദീകരണമാണ് അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ റെയിൽവേ അന്വേഷണ ഉത്തരവിട്ടിട്ടുണ്ട്. ഈ അന്വേഷണത്തിൽ എന്താണ് അപകടത്തിലേക്ക് നയിച്ചത്, തിക്കും തിരക്കിനും ഇടയാക്കിയത് തുടങ്ങിയ കാരണങ്ങൾ പരിശോധിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും 18 പേരുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഭൂരിഭാഗം പേരുടെയും മൃതദേഹം ഇപ്പോഴുള്ളത് LNJP ആശുപത്രിയിലാണ്. പക്ഷേ 50-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ ചിലരുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. മരിച്ചവരുടെ കുടുംബങ്ങൾക്കിപ്പോൾ കേന്ദ്രം 10 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചികിത്സയിലുള്ളവർക്ക്, ഗുരുതരമായി പരിക്കേറ്റവർക്ക് 2.5 ലക്ഷം രൂപയുടെ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ നിസ്സാര പരിക്കുകളുള്ളവർക്ക് 1 ലക്ഷം രൂപയും ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേന്ദ്രത്തിനെതിരെ ഈ ഘട്ടത്തിൽ വലിയ വിമർശനം കൂടി ഒരു വശത്ത് ഉയരുന്നുണ്ട്. കാരണം കുംഭമേളയ്ക്ക് കോടിക്കണക്കിന് ആളുകൾ എത്തുന്നതാണ് കുംഭമേള. അതുകൊണ്ട് തന്നെ അത്തരമൊരു തിരക്ക് മുൻകൂട്ടി കണ്ട് സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിൽ വലിയ പരാജയം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി എന്ന വിമർശനം പല കോണുകളിൽ നിന്ന് ഉയരുകയാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി, പ്രതിപക്ഷ നേതാവ് തന്നെ കടുത്ത ഭാഷയിൽ വിമർശനമായിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു. സുരക്ഷ ഒരുക്കുന്നതിൽ, സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടു എന്നാണ് രാഹുൽ ഗാന്ധി പ്രതികരിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, പരിക്കേറ്റവരുടെ വിശദാംശങ്ങൾ കൃത്യമായി പുറത്തുവിടാൻ തയ്യാറാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മല്ലികാർജ്ജുൻ ഖർഗെയും രംഗത്ത് വന്നിട്ടുണ്ട്. ആം ആദ്മി പാർട്ടി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് എത്ര പേരുടെ ചോര കണ്ടാലാണ് BJPക്ക് മതിയാവുക എന്ന പ്രതികരണം ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തുനിന്നും വന്നിട്ടുണ്ട്. ഏതായാലും മരിച്ചവരുടെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇത് പ്രകാരം കൂടുതൽ പേരും ബീഹാർ സ്വദേശികളാണ്. ഒപ്പം ഹരിയാന സ്വദേശികളും ഡൽഹി സ്വദേശികളും മരിച്ചവരിൽ ഉൾപ്പെടുന്നുണ്ട്. രഞ്ജിത്ത്, കുംഭമേള വലിയ ജനപ്രവാഹത്തിന് സാക്ഷ്യം വഹിക്കും. അവസാന ദിവസങ്ങളിലേക്ക് കടക്കുകയാണ്. അഖിലേഷ് യാദവ് ഒക്കെ ആവശ്യപ്പെട്ടിരിക്കുന്നത് കുംഭമേളയുടെ ദിവസങ്ങൾ നീട്ടണം, 26-ന് സമാപിക്കുന്ന തരത്തിലാവരുത് എന്നുള്ളതാണ്. കാരണം നേരത്തെയൊക്കെ 75 ദിവസമൊക്കെ കുംഭമേള ആഘോഷിച്ച പശ്ചാത്തലമുണ്ടായിരുന്നു. ഈ തിരക്ക് ക്രമാതീതമായി തുടരുകയാണല്ലോ രാകേഷ്. ഈ തുടർച്ചയായ ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ എന്തെങ്കിലും മുൻകരുതലുകൾ സ്വീകരിക്കുന്നുണ്ടോ സർക്കാർ?
രഞ്ജിത്ത്, ഇപ്പോൾ റെയിൽവേ പറയുന്നത് സജ്ജീകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു, സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ പെട്ടെന്ന് വലിയ തിരക്ക് അനുഭവപ്പെട്ടു, പെട്ടെന്നെല്ലാം സംഭവിച്ചു എന്നൊരു പ്രതികരണമാണ് ഇപ്പോൾ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് വരുന്നത്. ഏതായാലും ഈ തെറ്റായ അനൗൺസ്മെന്റ് പോലും ഇത്തരത്തിൽ തിക്കും തിരക്കും വർദ്ധിക്കാൻ കാരണമായി എന്നാണ് സംശയിക്കുന്നത്. അവിടെ ഒരു പോർട്ടറുടെ പ്രതികരണം തന്നെ അക്കാര്യമാണ് സൂചിപ്പിക്കുന്നത്. കാരണം അദ്ദേഹം പറയുന്നത് 1981 മുതൽ ന്യൂഡൽഹി സ്റ്റേഷനിൽ ജോലി ചെയ്യുന്നുണ്ട്, പക്ഷേ ഇത്രയും കാലത്തിനിടയ്ക്ക് താൻ ഇത്ര വലിയ തിരക്ക് കണ്ടിട്ടില്ല. മാത്രമല്ല റെയിൽവേയുടെ അനൗൺസ്മെന്റ് പോലും ആശയക്കുഴപ്പമുണ്ടാക്കി എന്ന പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. ഏതായാലും ഇതിന് ശേഷം ട്രെയിൻ ഗതാഗതമൊക്കെ തന്നെ ന്യൂഡൽഹിയിൽ സാധാരണ നിലയിലായിട്ടുണ്ട്. കാരണം വലിയ തിരക്ക് അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഏതാണ്ട് 4 പുതിയ ട്രെയിനുകൾ, പ്രത്യേകിച്ച് സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ച് ഈ ആളുകളെയൊക്കെ തന്നെ പ്രയാഗ്രാജിലേക്ക് അയക്കുകയാണ് റെയിൽവേ ചെയ്തത്. അപ്പോൾ നിലവിൽ ഏതായാലും സാധാരണഗതിയിലാണ് ന്യൂഡൽഹി സ്റ്റേഷൻ. പക്ഷേ ഇന്നലെ രാത്രി ഉണ്ടായ സംഭവത്തിൽ ഏതായാലും വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന് അധികൃതർക്ക് പറയാൻ കഴിയില്ല. കാരണം വലിയ തിരക്ക് അവിടെ അനുഭവപ്പെട്ടു. കാരണം ഒഴിവ് ദിവസമാണ്, ഞായറാഴ്ചയാണ്, തിരക്കുണ്ടാകുമെന്ന് മുൻകൂട്ടി അറിയേണ്ടതാണ്. 1500-ലധികം ടിക്കറ്റ് ആ രാത്രി മാത്രം വിറ്റു എന്ന് പറയുമ്പോൾ അവിടേക്ക് പോകാൻ അല്ലെങ്കിൽ ഒരുങ്ങി നിൽക്കുന്ന ആളുകൾ എത്രയെന്ന് റെയിൽവേ തിരിച്ചറിയേണ്ടതാണ്. അത്തരത്തിൽ റെയിൽവേയുടെ ഭാഗത്തൊരു സജ്ജീകരണം ഒരുക്കുന്നതിൽ വലിയ പിഴവുണ്ടായി. ഇതിന് പുറമെ ഈ തെറ്റായ അനൗൺസ്മെന്റും ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടി എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും 2-അംഗ സമിതി ഈ സംഭവം അന്വേഷിക്കുന്നുണ്ട്. അതിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. രഞ്ജിത്ത്. രാകേഷ് വിവരങ്ങൾ പങ്കുവച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രി സ്ഥാനത്തിന് യോഗ്യനെന്ന് മുസ്ലിം ലീഗ്. UDF അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രിയെ കോൺഗ്രസ് ഒറ്റയ്ക്കല്ല തീരുമാനിക്കുക. ലീഗിന് പറയാനുള്ളത് സമയമാകുമ്പോൾ പറയുമെന്നും PMA സലാം MLA ന്യൂസ് 18 Q18 വ്യക്തമാക്കി. ഇനിയിപ്പോൾ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ കോൺഗ്രസ് ഇത് അറിഞ്ഞ് ചെയ്യട്ടെ. ഇപ്പോൾ അങ്ങനെയാണോ ലീഗ് മനസ്സിൽ വിചാരിക്കുന്നത്? തർക്കത്തിന് ഞങ്ങളില്ല, പക്ഷെ കോൺഗ്രസ് ഇത് അറിഞ്ഞു ചെയ്യട്ടെ. ഒന്നുകിൽ മുഖ്യമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം, അത് കോൺഗ്രസ് അറിഞ്ഞ് ചെയ്യണം. അങ്ങനെ ലീഗ് ആഗ്രഹിക്കുന്നു. അത് ആ ഒരു മര്യാദയാണോ? അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ UDFനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളൊക്കെ എല്ലാ ഘടകകക്ഷികളും, അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒക്കെയുള്ള എല്ലാ ഘടകകക്ഷികളും പരസ്പരം ആലോചിച്ചിട്ടാണ് തീരുമാനമെടുക്കുക. ആ തീരുമാനമെടുക്കുമ്പോൾ മൊത്തത്തിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാരുടെയും പൊതു അഭിപ്രായം എന്താണോ അതിനോടൊപ്പം ലീഗ് നിൽക്കും. ജനറൽ സാഹിബ് യോഗ്യനാണോ എന്ന് ചോദിച്ചാൽ യോഗ്യനാണ് എന്നതല്ലാതെ മറ്റൊരു മറുപടിയില്ല. യോഗ്യനാകലും അത് ആവശ്യപ്പെടലും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതായത് പന്ത് കോൺഗ്രസിന്റെ കോർട്ടിലാണെന്നാണോ ലീഗ് പറയാതെ? കോൺഗ്രസ് ഒറ്റയ്ക്കല്ലല്ലോ ഈ തീരുമാനം എടുക്കുക, ചർച്ച ചെയ്തിട്ടേ തീരുമാനം എടുക്കും. കോൺഗ്രസിൻ്റെ അഭിപ്രായം പറയും, മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായം പറയും, കേരള കോൺഗ്രസും RSPയും CMPയും ഒക്കെ അവരുടേതായ അഭിപ്രായങ്ങൾ പറയും. എല്ലാ അഭിപ്രായങ്ങളും ക്രോഡീകരിച്ച് ഒരു തീരുമാനത്തിലെത്തും. അത്രയും സീനിയർ ആയിട്ടുള്ള, ഇത്രയും പ്രവർത്തന പരിചയമുള്ള PK കുഞ്ഞാലിക്കുട്ടി UDF അധികാരത്തിൽ വരികയാണെങ്കിൽ അദ്ദേഹം മന്ത്രിസഭയിൽ ഉണ്ടാകും. പക്ഷേ അദ്ദേഹത്തിനേക്കാളും വളരെ ജൂനിയർ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയാവുക. അത് ലീഗിന് കുഴപ്പമില്ല എന്നാണോ? അല്ലെങ്കിൽ ലീഗ് അത് അംഗീകരിക്കും, പ്രത്യേകിച്ച് ഒരു തർക്കമോ ആവശ്യമോ ഉന്നയിക്കാതെ എന്നാണോ? അതല്ല, അതൊക്കെ അതാത് സമയത്തല്ലേ നമ്മൾ ചർച്ച ചെയ്യുക. നമ്മൾ ആര് മുഖ്യമന്ത്രിയാവുമെന്നൊക്കെ ഇപ്പോൾ കണക്കൂട്ടാൻ പറ്റും. കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കും, അതിനനുസരിച്ചുള്ള ചർച്ചകൾ നടക്കും. അപ്പോൾ ലീഗിന് പറയാനുള്ളത് ലീഗ് പറയും. അത് എന്ത് പറയണം, എങ്ങനെ പറയണമെന്നൊക്കെ സംസാരങ്ങൾ നടക്കുമ്പോഴേ തീരുമാനിക്കാൻ പറ്റൂ. ഇംഗ്ലീഷ് പത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ വിശദീകരണവുമായി ശശി തരൂർ MP. താൻ UDFനെയോ ഉമ്മൻചാണ്ടിയോ PK കുഞ്ഞാലിക്കുട്ടിയോ മറന്നുകൊണ്ടല്ല അഭിപ്രായ പ്രകടനം നടത്തിയതെന്നാണ് ഫേസ്ബുക്കിൽ കുറിച്ച വിശദീകരണം. CPM അടുത്ത കാലത്ത് വരുത്തിയ നയമാറ്റത്തിന്റെ ഗുണഫലം കേരളത്തിലുണ്ടായെന്ന് പറഞ്ഞു വെക്കാനാണ് ശ്രമിച്ചത്. സാങ്കേതിക വിദ്യയ്ക്കും വ്യവസായ വളർച്ചയ്ക്കും പിന്തിരിഞ്ഞു നിൽക്കുന്ന നിലപാടായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ CPMനുണ്ടായിരുന്നത്. ഇതിൽ CPM മാറ്റം വരുത്തിയത് കേരളത്തിന് ഗുണം ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയായിരുന്നു താൻ ലേഖനത്തിലൂടെ ചെയ്തത്. ഉമ്മൻചാണ്ടി സർക്കാരിൽ വ്യവസായ വിവര സാങ്കേതിക വിദ്യാവകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കുകയും കേരളത്തിന് കാതലായ വളർച്ച നേടിക്കൊടുക്കുകയും ചെയ്തിട്ടുണ്ടെന്നും തരൂർ പോസ്റ്റിൽ വിശദീകരിക്കുന്നു. കേരളത്തിൽ ആദ്യമായി ഒരു ഗ്ലോബൽ ഇൻവെസ്റ്റർ മീറ്റ് നടത്തിയത് AK ആന്റണി സർക്കാരിന്റെ കാലത്ത് PK കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിലായിരുന്നുവെന്നും തരൂർ പറയും. ഇങ്ങനെയൊക്കെ തരൂർ ലേഖനത്തിലെ ഉള്ളടക്കത്തെ വിശദീകരിക്കുന്നുണ്ടെങ്കിലും വിവാദം അടങ്ങില്ലെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് ഉൾപ്പെടെ തരൂരിന്റെ നിലപാടിൽ കടുത്ത അതൃപ്തിയുണ്ട്.
സംസ്ഥാനത്തു നിന്നുള്ള ഒരു വിഭാഗം മുതിർന്ന നേതാക്കൾ തരൂരിനെതിരെ നടപടി ആവശ്യപ്പെടുമ്പോഴും തിടുക്കത്തിൽ അത് വേണ്ട എന്ന നിലപാടിലാണ് ഹൈക്കമാൻഡ്. അതേസമയം തരൂരിന്റെ രാഷ്ട്രീയ നീക്കങ്ങളെ ഏറെ ഗൗരവത്തോടെയാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം നിരീക്ഷിക്കുന്നത്. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവെക്കും. ഡാൻ, ഇത് വിശദീകരണമൊക്കെ പാർട്ടി സജ്ജമാകുന്നതിനിടെ ഇംഗ്ലീഷ് ദിനപത്രത്തിലെ ലേഖനത്തിലൂടെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൂടിയായ ശശി തരൂർ പങ്കുവച്ച നിലപാട് പാർട്ടിയെ വെട്ടിലാക്കുന്നതാണെന്ന വിലയിരുത്തലിലാണ് ഒരു വിഭാഗം നേതാക്കൾ. മുൻപും ഇടതനുകൂല നിലപാടുകൾ തരൂർ സ്വീകരിച്ചതും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. സർക്കാരിനെ വിമർശിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെന്നിരിക്കെ അത് അവഗണിച്ചുകൊണ്ട് വികസന വിഷയം ചൂണ്ടിക്കാണിച്ച് ഇടത് സർക്കാരിനെ പുകഴ്ത്താനുള്ള നീക്കം നടത്തുന്നത് പാർട്ടി നിലപാടിന് വിരുദ്ധമാണെന്ന വിമർശനമാണ് കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഉന്നയിക്കുന്നത്. തരൂരിനെതിരെ കടുത്ത നടപടി വേണമെന്ന് ഹൈക്കമാൻഡിനോട് സംസ്ഥാനത്തെ ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും തിടുക്കത്തിൽ ഒരു നടപടിക്ക് മുതിർന്നേക്കില്ലെന്നാണ് സൂചന. തരൂരിനെ കൂടുതൽ പ്രകോപിപ്പിച്ചാൽ അത് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലും ദേശീയ നേതൃത്വത്തിനുണ്ട്. അതേസമയം ലേഖനം വിവാദമായ പശ്ചാത്തലത്തിൽ പാർട്ടി നേതൃത്വത്തിന് തരൂർ ഔദ്യോഗികമായി വിശദീകരണം നൽകിയേക്കുമെന്നാണ് സൂചന. വിയോജിപ്പറിയിച്ച സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളടക്കം രംഗത്തെത്തുമ്പോഴും ലേഖനത്തിൽ എഴുതിയ അതേ നിലപാടിൽ തരൂർ ഉറച്ചു നിൽക്കുന്നതാണ് നേതൃത്വത്തെ കുഴയ്ക്കുന്നത്. വികസനത്തിൽ രാഷ്ട്രീയം കലർത്തേണ്ടെന്ന് പറഞ്ഞു വെക്കുന്നതിലൂടെ ശശി തരൂർ നിർണായക രാഷ്ട്രീയ നീക്കങ്ങൾക്ക് തയ്യാറെടുക്കുകയാണെന്ന അഭ്യൂഹവും കോൺഗ്രസ് ക്യാമ്പിൽ സജീവമാണ്. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവെക്കും. ഡാൻ, തരൂരിന്റെ നിലപാടിൽ എന്തായാലും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിന് യാതൊരു തരത്തിലുള്ള തൃപ്തി ഉണ്ടാകാനും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അനുകൂല നിലപാടുണ്ടാകാനുള്ള സാധ്യതയില്ല. ഈ നയമാറ്റത്തിനനുസരിച്ച് CPM നയമാറ്റത്തിനനുസരിച്ചാണ് തൻ്റെ നിലപാട് മാറ്റമെന്നൊക്കെ പറയുമ്പോഴും അതെങ്ങനെ വിശദീകരിക്കും എന്നുള്ള പ്രശ്നമുണ്ടല്ലോ ജനങ്ങളോട്. അതാണല്ലോ കോൺഗ്രസ് അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധിയും. രാജ്യത്തെ സംസ്ഥാനത്തെ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളും ദേശീയ നേതൃത്വവുമായി ബന്ധപ്പെട്ട മുതിർന്ന നേതാക്കളും അടക്കം ശശി തരൂരിന്റെ ഇംഗ്ലീഷ് ദിനപത്രത്തിലെ ലേഖനത്തിനെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് പരസ്യമായും പരോക്ഷമായും രംഗത്ത് വരുന്ന ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് അതിന് വിശദീകരണവുമായി ശശി തരൂർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയത്. അതായത് പാർട്ടിയെ വെട്ടിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമല്ല താൻ നടത്തിയത്. കോൺഗ്രസ് നേതാക്കൾ നടത്തിയ വികസന പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ UDF സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടിയും AK ആന്റണിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ നടത്തിയ വികസന കാഴ്ചപ്പാടുകളെക്കുറിച്ച് താൻ മറന്നിട്ടുമില്ല എന്നൊക്കെ പറഞ്ഞു വെക്കുമ്പോഴും തരൂരിന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായത് ബോധപൂർവമായ ഒരു നീക്കമാണ് എന്നാണ് മുതിർന്ന നേതാക്കളുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കമാൻഡ് നേതൃത്വത്തോട് തരൂരിനെതിരെ നടപടി വേണമെന്ന ആവശ്യം ഒരു വിഭാഗം നേതാക്കൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. പക്ഷേ ഹൈക്കമാൻഡ് അത്ര തിടുക്കത്തിൽ തരൂരിനെതിരെ ഒരു നടപടിയിലേക്ക് കടക്കില്ല. കാരണം അങ്ങനെ കടക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല. തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതിനിടയിൽ തരൂരിനെ കൂടുതൽ പ്രകോപിപ്പിക്കേണ്ടതില്ല എന്നൊരു നിലപാടിലാണ് ഹൈക്കമാൻഡ് നേതൃത്വം. പക്ഷേ ശശി തരൂരിന്റെ രാഷ്ട്രീയ നീക്കങ്ങളെയെല്ലാം വളരെ ജാഗ്രതയോടെ തന്നെയാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഔദ്യോഗികമായ ഒരു വിശദീകരണം തരൂര് നൽകിയേക്കുമെന്ന സൂചനകൾ ലഭിക്കുന്നുണ്ട്. പാർട്ടിയുമായി ബന്ധപ്പെട്ട ദേശീയ നേതാക്കളടക്കം ഇതുമായി ബന്ധപ്പെട്ട വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു വിശദീകരണത്തിനുള്ള സാധ്യത തെളിയുന്നത്. കാരണം കേന്ദ്രത്തിൽ മോദി സർക്കാരിനെയും സംസ്ഥാനത്ത് ഇടത് സർക്കാരിനെയും ഒരേപോലെ പുകഴ്ത്തുന്ന തരത്തിലേക്ക് ലേഖനം വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അത് കോൺഗ്രസ് പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും ഇടയിൽ ഉണ്ടായിരിക്കുന്ന ആശയക്കുഴപ്പം മാറ്റുന്നതിന് വേണ്ടി അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ ഒരു വിശദീകരണവുമായി തരൂർ തന്നെ രംഗത്തെത്തിയേക്കുമെന്നാണ് സൂചന. അതിന് മുന്നോടിയായി വേണം കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട് വിശദീകരിച്ചുകൊണ്ട് പങ്കുവച്ചിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റിനെ കാണാൻ. എന്തായാലും കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ തരൂരിന്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട വലിയ അമർഷം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവച്ചു. ഇങ്ങനെയൊക്കെ തരൂർ ലേഖനത്തിന്റെ ഉള്ളടക്കത്തെ വിശദീകരിക്കുന്നുണ്ടെങ്കിലും വിവാദമടങ്ങില്ലെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന. അത് മാത്രമല്ല, തരൂർ ഇങ്ങനെ പാർട്ടിയെയും മുന്നണിയെയും പ്രതിസന്ധിയിലാക്കുന്നത് അത്തരം പ്രസ്താവനകൾ മുൻപും പല ഘട്ടങ്ങളിലും നടത്തിയിട്ടുണ്ട്. നോക്കാം തരൂരും വിവാദങ്ങളും. പാർട്ടിയെയും മുന്നണിയെയും തരൂർ പ്രതിസന്ധിയിലാക്കിയ നിരവധി സന്ദർഭങ്ങളുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷം കത്തിനിൽക്കുന്ന സമയം, കേരളത്തിൽ പാലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യവുമായി നിരവധി കൂട്ടായ്മകൾ, കോഴിക്കോട് മുസ്ലിം സംഘടനകളുടെ യോഗത്തിലെത്തിയ തരൂർ ഹമാസ് തീവ്രവാദ സംഘടനയെന്ന് നിലപാടെടുത്തു. കേരളത്തിൽ ഇടതു വലതു നേതൃത്വങ്ങൾ ഹമാസ് അനുകൂല നിലപാടെടുക്കുമ്പോഴായിരുന്നു ഈ പ്രസ്താവന എന്നതാണ് ശ്രദ്ധേയം. മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ശക്തമായ പ്രതിഷേധമുയർന്നിട്ടും തരൂർ നിലപാട് മാറ്റിയില്ല. ഏകീകൃത സിവിൽ കോഡിനെതിരെയാണ് കോൺഗ്രസിന്റെ ദേശീയ നിലപാട് പോലും.
പക്ഷേ അതത്ര മോശം ആശയമല്ലെന്ന് പരസ്യമായി പറയാൻ തരൂർ മടിച്ചില്ല. കേരളത്തിൽ LDFും UDFും തിരുവനന്തപുരം വിമാനത്താവളം അദാനി ഗ്രൂപ്പിന് കൈമാറാനുള്ള തീരുമാനത്തെ എതിർത്തു. പക്ഷേ തിരുവനന്തപുരം MP കൂടിയായ തരൂർ കേന്ദ്ര തീരുമാനത്തെ പരസ്യമായി പിന്തുണച്ചു. തരൂരിന്റെ ഈ നീക്കം വിശദീകരിക്കാൻ കോൺഗ്രസ് പാടുപെട്ടു. കശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ തീരുമാനം ദേശീയ തലത്തിൽ പ്രതിപക്ഷം ശക്തമായി ഉയർത്തിക്കാട്ടി. എന്നാൽ തീരുമാനം മികച്ചതെന്നായിരുന്നു തരൂരിന്റെ നിലപാട്. പാഠപുസ്തകങ്ങളിലൂടെ BJP രാഷ്ട്രീയ പ്രചരണം നടത്തുന്നുവെന്ന് കോൺഗ്രസ് ദേശീയ തലത്തിൽ തന്നെ നിലപാടെടുത്ത സമയം. പക്ഷേ ഗോൾവൽക്കറുടെയും സവർക്കറുടെയും ജീവചരിത്രം പാഠപുസ്തകത്തിന്റെ ഭാഗമാക്കിയതിൽ തെറ്റില്ലെന്ന് ശശി തരൂർ പറഞ്ഞു. കോൺഗ്രസിൽ നെഹ്റു കുടുംബത്തിന്റേതാണ് അവസാന വാക്ക്. സോണിയാഗാന്ധിക്ക് പകരം പുതിയ അധ്യക്ഷനുണ്ടാവണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കമാൻഡിന് കത്തയച്ചവരുടെ മുൻനിരയിൽ തരൂരുണ്ടായിരുന്നു. തീർന്നില്ല, അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കാനും തരൂർ ധൈര്യം കാട്ടി. വ്യവസായ വകുപ്പിനെ പുകഴ്ത്തിയ തരൂരിന്റെ നിലപാടാണ് ഇപ്പോൾ ചർച്ചയെങ്കിൽ സംസ്ഥാന സർക്കാരിനെ തരൂർ മുമ്പ് പുകഴ്ത്തിയ ഘട്ടങ്ങളുണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയമായി എതിർചേരിയിൽ നിൽക്കുമ്പോഴും പിണറായി വിജയനെ വരെ പുകഴ്ത്താനും തരൂർ തയ്യാറായിട്ടുണ്ട്. എതിർചേരിക്ക് ആയുധം നൽകുന്ന ഈ വിവാദ നീക്കങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം തരൂരിന്റെ പുതിയ രാഷ്ട്രീയ നീക്കമാണിതെന്ന് വ്യാഖ്യാനങ്ങളുണ്ടായി. ഇത്തവണയും തരൂർ ഇടതുപക്ഷവുമായി അടുക്കുന്നുവെന്ന ചർച്ചകൾ സജീവമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മൂന്നാറിൽ വീണ്ടും കാട്ടുകൊമ്പൻ പടയപ്പയുടെ പരാക്രമം. കനിമലയിൽ ഇന്നലെ രാത്രി ബൈക്ക് യാത്രികരെ പടയപ്പ ആക്രമിച്ചു. കനിമല സ്വദേശികളായ ബാലധണ്ടൻ, വിഘ്നേഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. அவங்களுக்கு அடிபட்டு முடியாத பட்சத்துக்கு எந்திரிச்சு நடக்க முடியாது. தகுந்த சிகிச்சைகளை அவங்களுக்கு எடுத்து கொடுக்கணும். அவங்களுக்குள்ள உத்தரவாதங்களை அரசாங்கமும் இந்த ஃபாரஸ்ட் டிபார்ட்மெண்ட் எல்லாமே எடுத்து செஞ்சு நல்ல விதத்துல கொண்டு வரணும். அவங்களுக்கு பின்னோக்கி நிக்கிறதுக்கு உண்டான ஆட்கள் யாரும் இல்லை. அப்பா இல்லை, அம்மாவும் வேலை இல்லை, எஸ்டேட்ல வேலை வாய்ப்பு இல்லை. இந்த பயல்களும் இருக்கிற என் தம்பிமாரு தான் எஸ்டேட்ல இல்லாம வந்து இங்க ஜவுளி கடையில வேலை செஞ்சுதான் குடும்பத்தை காப்பாற்றி கொண்டு போயிட்டு இருக்காங்க. அதுக்கு உண்டான உத்தரவாதத்தை இந்த அரசாங்கமும் ஃபாரஸ்ட் டிபார்ட்மெண்ட்டும் எல்லாம் எடுத்து செஞ்சுதான் அவங்களோட சிகிச்சை ட்ரீட்மெண்ட் எல்லாத்தையுமே நீங்க தான் பார்த்து செஞ்சு கொடுத்துருக்கணும். அவங்க அண்ணனும் எஸ்டேட்ல பெர்மனன்ட் வேலை செஞ்ச ஆளு, அவருக்கும் கையில் அடிபட்டு இன்ஜூர் ஆகி அவர் வேலை செய்ய முடியாம இருக்காரு. ഇന്ന് രാവിലെ വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങിയ പടയപ്പ വഴിയോരക്കട തകർത്തു. പ്രിൻസ് ജെയിംസ് വിവരങ്ങൾ പങ്കുവെക്കും. പ്രിൻസ്, പടയപ്പ മതപ്പാടിലാണ്. പടയപ്പയുടെ ആക്രമണം തുടരുകയാണ്. ജനങ്ങൾ ഭീതിയിലാണ്. എന്തൊക്കെയാണ് ഈ വനംവകുപ്പ് ഇപ്പോൾ സ്വീകരിച്ച RRT സംഘമൊക്കെ ഇടപെട്ടിട്ടുണ്ടോ? ഇത് മതപ്പാടിലായ പടയപ്പ ഇത്തവണ വലിയ അപകടകാരിയാണ്. നിരവധി ആക്രമണങ്ങൾ പതിവായി നടത്തുന്ന സാഹചര്യം, പ്രത്യേകിച്ചും മൂന്നാർ ഉടുമ്പൽപേട്ട പാതയിൽ രാത്രി കാലങ്ങളിൽ പതിവ് കാഴ്ചയായി മാറിയിരിക്കുകയാണ് പടയപ്പ. മിക്ക ദിവസങ്ങളിലും ആക്രമണം ഉണ്ടാകുന്നു. ഇത് തന്നെയാണ് ഇന്നലെ കഴിഞ്ഞ രാത്രിയിലും ഏകദേശം 10 വരെയോടെ മൂന്നാർ ഉടുമ്പൽപേട്ട പാതയിൽ കന്നിമലയ്ക്ക് സമീപത്ത് വെച്ച് ബൈക്ക് യാത്രക്കാരെ ആക്രമണം ഉണ്ടായത്. ഇരുവരും കന്നിമല സ്വദേശികളാണ്. ഇവർ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന സമയത്തൊക്കെയാണ് ഇവർക്ക് ആക്രമണം ഉണ്ടായത്. ഉടൻ തന്നെ ഇവരെ ആശുപത്രി എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ പിന്നീട് RRT സംഘം എത്തി ആരെ ഇവിടുന്ന് മാറ്റുകയായിരുന്നു. തുടർന്ന് ഇന്ന് പുലർച്ചെ രാവിലെ 7 മണിയോടെ മാട്ടുപ്പെട്ടിയിലും ആന എത്തി. ആന ഇവിടുത്തെ ഒരു വഴിയോര കച്ചവട കേന്ദ്രം നശിപ്പിച്ചു. മുൻപ് നിരവധി തവണ മാട്ടുപ്പെട്ടിയിലെ വഴിയോര കച്ചവട കേന്ദ്രങ്ങൾക്ക് നേരെയൊക്കെ ആനയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ആന കൂടുതൽ ആക്രമണകാരിയാണ്. ജാഗ്രത പുലർത്തണമെന്ന് വനംവകുപ്പ് ആവശ്യപ്പെടുന്നുണ്ട്. സുരക്ഷ പുലർത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഒപ്പം ഈ സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള നിരീക്ഷണമൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ പോലും പതിവായി ജനവാസ മേഖലയിലേക്ക് ആന ഇറക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും പ്രധാന പാതയിലൊക്കെ
ദിവസേന എന്നോണം എല്ലാ ദിവസവും രാത്രിയിൽ ആന എത്തുന്നു. എന്നാൽ കൃത്യമായ ഒരു വിവരം ജനങ്ങൾക്ക് മുൻകൂട്ടി നൽകാൻ വനംവകുപ്പ് സാധിക്കുന്നില്ല. അത് വലിയൊരു വീഴ്ചയായി നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലും തൃശൂർ സ്വദേശിയായ ഒരു യുവതിക്ക് നേരെ ആക്രമണം ഉണ്ടായിരുന്നു. തുടർന്നാണ് ഈ കഴിഞ്ഞ രാത്രിയിൽ ഇരുചക്ര വാഹനങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായി 2 പേർക്ക് മരിക്കുകയും ചെയ്തത്. ഈ വാഹനങ്ങൾക്ക് നേരെയുള്ള ആക്രമണം പതിവാകുന്ന ഒരു സാഹചര്യം വലിയ ആശങ്കയ്ക്കാണ് ഇടവരുത്തുന്നത്. പ്രത്യേകിച്ചും ഇരുചക്ര വാഹനങ്ങൾക്ക് നേരെ രാത്രികാലങ്ങളിലൊക്കെ ഇത്തരത്തിൽ ആളുകൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ആനയുടെ ആക്രമണം ഉണ്ടായാൽ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. മുൻകാലങ്ങളിലേക്ക് വ്യത്യസ്തമായ ആന കൂടുതൽ അപകടകാരിയായതിനാൽ വലിയ ദുരന്തത്തിലേക്ക് ഇടവരുത്തുമെന്നൊക്കെ നാട്ടുകാർ ആശങ്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായൊരു ഇടപെടൽ ഇക്കാര്യത്തിൽ വേണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും വനംവകുപ്പ് പറയുന്നത് കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് എന്നാണെങ്കിൽ പോലും കൃത്യമായി ഈ അപകടം നടക്കുന്ന സമയങ്ങളിലേക്ക് RRT സംഘമൊക്കെ എത്തുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ എത്തുകയും ആനയെ ഈ മേഖലയിൽ തുരത്താനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും മുൻകൂട്ടി ആന എവിടെയാണെന്ന് വ്യക്തമാക്കുന്നതിനോ ആക്രമണം തടയുന്നതിനോ വനംവകുപ്പ് സാധിക്കുന്നില്ല. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. നമുക്ക് ആ ദൃശ്യങ്ങളും ആളുകളുടെ ആനയെ ഓടിക്കാനുള്ള ശ്രമങ്ങളും ഒക്കെ കാണാം. പടയപ്പ ഇപ്പോഴും ആ മൂന്നാർ മേഖലയിൽ തുടരുകയാണ്. ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി. മൂന്നാറിലെ ജനവാസ മേഖലയിൽ സ്ഥിര സാന്നിധ്യമായിരുന്ന ഒറ്റക്കൊമ്പനെ പിടികൂടി പരിശോധിക്കാൻ വനവകുപ്പ്. ആനയെ പരിശോധിക്കാനായി അസിസ്റ്റന്റ് ഫോറസ്റ്റ് വെറ്റിനറി സർജൻ ഇന്നെത്തും. പടയപ്പയുമായി ഏറ്റുമുട്ടിയതിനിടയിലാണ് ആനയുടെ കാലിന് പരിക്കേറ്റത്. പടയപ്പയ്ക്കൊപ്പം മൂന്നാറിലെ വിവിധ ജനവാസ മേഖലകളിൽ പതിവ് സാന്നിധ്യമാണ് ഒറ്റക്കൊമ്പൻ എന്ന വിളിപ്പേരുള്ള കാട്ടാന. മൂന്നാർ നല്ലതണ്ണിയിലെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ കാട്ടാനയുടെ സാന്നിധ്യം സ്ഥിരമായുണ്ട്. ഇതിനിടെയാണ് കാട്ടുകൊമ്പൻ പരുക്കിന്റെ പിടിയിലായത്. ആനയുടെ മുൻകാലിന്റെ മുട്ടിന്റെ ഭാഗത്ത് ആഴത്തിലുള്ള മുറിവ് സംഭവിച്ചിട്ടുണ്ട്. കാട്ടുകൊമ്പൻ പടയപ്പയുമായി ഏറ്റുമുട്ടുന്നതിനിടയിലാണ് ഒറ്റക്കൊമ്പന് പരുക്ക് സംഭവിച്ചതെന്നാണ് വനം വകുപ്പ് അധികൃതർ പറയുന്നത്. അപ്പോൾ ഈ ഇതിൻ്റെ ഫോട്ടോയും വീഡിയോയും നമ്മൾ വെറ്റിനറി ഓഫീസർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അത് പരിശോധിച്ചു. ഉച്ച കഴിഞ്ഞ് അദ്ദേഹം നേരിട്ടെത്തി പരിശോധിക്കുമെന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം അദ്ദേഹം ഹയർ ഒഫീഷ്യൽസിന് ഒരു റിപ്പോർട്ട് കൊടുക്കും ഇതിൻ്റെ പരിക്കിനെ പറ്റി. അപ്പോൾ നമുക്ക് അതിൻ്റെ പരിക്കിനെ പറ്റി അതിൻ്റെ ഗൗരവത്തെപ്പറ്റി അറിയില്ല. അപ്പോൾ അതിനുശേഷം തുടർ നടപടി സ്വീകരിക്കും. മൂന്നാർ നല്ലതണ്ണി കല്ലാർ ഭാഗത്താണ് ആന നിലവിലുള്ളത്. ആനയെ പരിശോധിക്കാനായി അസിസ്റ്റന്റ് ഫോറസ്റ്റ് വെറ്റിനറി സർജൻ എത്തും. പരുക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ആനയ്ക്ക് നിലവിൽ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നാണ് വനം വകുപ്പിന്റെ വിലയിരുത്തൽ. ന്യൂസ് 18 മൂന്നാർ. മലപ്പുറം മൂത്തേടം നെല്ലിക്കുത്തിൽ ജനവാസ കേന്ദ്രങ്ങളിൽ ഭീതി പരത്തി കാട്ടാന. പെരിങ്കൊല്ലപ്പാറ ജുമാ മസ്ജിദിന്റെ ഉടമസ്ഥതയിലുള്ള കവുങ്ങിൻ തോട്ടത്തിലാണ് കൊമ്പൻ വീണ്ടും എത്തിയത്. വെള്ളിയാഴ്ച രാവിലെയും പ്രദേശത്ത് കൊമ്പന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. പ്രദേശത്ത് തോട്ടങ്ങളിലെ തെങ്ങ്, കവുങ്ങ്, വാഴ തുടങ്ങിയ കൃഷിവിളകൾ ആന നിരന്തരം നശിപ്പിക്കുകയാണെന്ന് കർഷകർ പറയുന്നു. അതിരപ്പള്ളിയിലേക്ക് പോയാൽ അവിടെ മസ്തകത്തിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ ആനയെ പിടികൂടി കൂട്ടിലാക്കാൻ നടപടി ഊർജിതമാക്കുകയാണ് വനംവകുപ്പ്. കുംകി ആനകളെ ഇന്ന് തന്നെ സ്ഥലത്തെത്തിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. മയക്കുവെടി വെച്ച് പിടികൂടുന്ന ആനയെ കൂട്ടിലേക്ക് മാറ്റിയേക്കും. കൂട് നിർമ്മാണത്തിലുള്ള യൂക്കാലിപ്റ്റസ് മരങ്ങൾ രാവിലെ തന്നെ മുറിച്ചു തുടങ്ങും. വയനാട്ടിൽ നിന്നുള്ള RRT സംഘം ഉച്ചയോടെ സ്ഥലത്തെത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം.
സംസ്ഥാനത്ത് ഇന്ന് സാധാരണയേക്കാൾ ചൂട് കൂടും. 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാവുകയും ചെയ്യും. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. പരമാവധി ശുദ്ധജലം കുടിക്കുക, ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുക, പകൽ 11 മുതൽ 3 വരെയുള്ള സമയത്ത് നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുക, പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ ധരിക്കുക, കുടയോ തൊപ്പിയോ ഉപയോഗിക്കുക തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ. ഇൻവെസ്റ്റ്മെന്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിയിലെ നിക്ഷേപ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണം പരമാവധി ഉറപ്പുവരുത്താനാണ് ശ്രമമെന്ന് വ്യവസായ മന്ത്രി പി രാജീവ്. ആഗോള നിക്ഷേപക ഉച്ചകോടിക്ക് മുന്നോടിയായി KSIDC കൊച്ചിയിൽ നടത്തിയ മാധ്യമ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ വിജ്ഞാന സമ്പദ് വ്യവസ്ഥയുടെ കേന്ദ്രമായി കേരളം മാറുകയാണ്. വിജ്ഞാന സമ്പദ് വ്യവസ്ഥയ്ക്ക് ആവശ്യമായ തൊഴിൽ വൈദഗ്ധ്യവും നൈപുണ്യശേഷിയുമുള്ള മികച്ച മനുഷ്യവിഭവശേഷിയാണ് കേരളത്തിലുള്ളതെന്ന് മന്ത്രി പറഞ്ഞു. ആഗോള IT കമ്പനികളുടെ സോഫ്റ്റ്വെയർ ഡെവലപ്പിംഗ് കേന്ദ്രമായി കേരളം മാറി. ഓട്ടോമൊബൈൽ സോഫ്റ്റ്വെയർ സാങ്കേതികവിദ്യയിൽ തിരുവനന്തപുരത്ത് ആഗോള കേന്ദ്രം വരുന്നു. ഇതെല്ലാം ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ ഉച്ചകോടിയിലും പ്രതിഫലിക്കുമെന്ന് വ്യവസായ മന്ത്രി. നല്ല രീതിയിൽ നിക്ഷേപകം കൊണ്ടുവരുന്നതിനും നമ്മുടെ നാട്ടിലെ തന്നെ ചെറുപ്പക്കാർക്ക് ജോലി ചെയ്യാൻ കഴിയുന്ന സാഹചര്യം രൂപപ്പെടുത്താനും ഈ സമ്മിറ്റ് സഹായകരമായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷ് ഇൻവെസ്റ്റ് കേരളയെക്കുറിച്ച് അവതരണം നടത്തി. KSIDC ചെയർമാൻ C ബാലഗോപാൽ, MD S ഹരികിഷോർ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. ഈ മാസം 21, 22 തീയതികളിലായാണ് ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ ഉച്ചകോടി കൊച്ചിയിൽ നടക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. പാതിവില തട്ടിപ്പിൽ ആരോപണ വിധേയമായ നിലമ്പൂരിലെ ഏജൻസിയുടെ 2ാമത്തെ ഓഫീസും പോലീസ് പൂട്ടി സീൽ വെച്ചു. പാതിവില തട്ടിപ്പ് കേസിലെ പ്രതി ബിനോയ് പാട്ടത്തിൽ ചെയർമാനായ ഓസ്വാൾഡ് ഓർഫനേജ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഓഫീസിൽ പോലീസ് പരിശോധനയും നടത്തി. സ്കൂട്ടറുകളും തയ്യൽ മെഷീനുകളും കണ്ടെത്തി. നിലമ്പൂരിൽ നഗരസഭയുടെ പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. ബിനോയ് പാട്ടത്തിൽ ഒളിവിൽ പോയതു മുതൽ ഓഫീസ് തുറക്കുന്നില്ല. നഗരസഭ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ പൂട്ടുപൊളിച്ചാണ് പോലീസ് അകത്ത് കടന്നത്. 11 സൈക്കിളുകൾ, 4 സ്കൂട്ടറുകൾ, 3 തയ്യൽ മെഷീനുകൾ എന്നിവ ഓഫീസിലുണ്ടായിരുന്നു. രേഖകൾ ഒന്നും കിട്ടിയിട്ടില്ല. നടപടികൾക്ക് SIമാരായ TP മുസ്തഫ, K രതീഷ് എന്നിവർ നേതൃത്വം നൽകി. ഓഫീസ് പൂട്ടി സീൽ ചെയ്തു. ബിനോയിയെ കണ്ടെത്താൻ പോലീസ് സൈബർ സെല്ലിന്റെ സഹായം തേടി. ഇതുവരെയുള്ള പരാതികളുടെ അടിസ്ഥാനത്തിൽ നിലമ്പൂരിൽ മാത്രം 80 ലക്ഷത്തോളം രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് കണക്കുകൾ. ന്യൂസ് 18 മലപ്പുറം. ആലപ്പുഴ ചേർത്തലയിൽ യുവതി മരണപ്പെട്ട സംഭവത്തിൽ ഭർത്താവിനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് പോലീസ് കേസെടുത്ത സംഭവത്തിൽ കുടുംബത്തിന് അതൃപ്തി. അച്ഛൻ അമ്മയെ കൊലപ്പെടുത്തിയതാണെന്ന് ദൃക്സാക്ഷിയായ മകളുടെ മൊഴിയുണ്ടായിട്ടും ചേർത്തല പോലീസ് പ്രതിയായ സോണിക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്കാണ് കേസെടുത്തത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രം കേസെടുത്ത പോലീസ് നിലപാടിനെ കോടതിയിൽ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് കുടുംബം. ചേർത്തലയിൽ കഴിഞ്ഞ 9-ന് മരണമടഞ്ഞ സജി എന്ന 46-കാരിയുടെ മരണം കൊലപാതകമാണെന്ന് പോലീസിൽ പരാതി നൽകിയത് 19 വയസ്സുള്ള മകൾ മിഷ്മയാണ്. അച്ഛൻ അമ്മയുടെ തല ഭിത്തിയിൽ ഇടിപ്പിച്ച ശേഷം മുകളിലെ നിലയിൽ നിന്ന് തള്ളി താഴേക്കിടുകയായിരുന്നുവെന്നാണ് പോലീസ് നൽകിയ നിർണായക മൊഴി. 1.5 മണിക്കൂർ വൈകിച്ച ശേഷം ബന്ധുക്കളുടെ ഇടപെടലിനെ തുടർന്നായിരുന്നു ആശുപത്രിയിലെത്തിക്കാൻ സജിയുടെ ഭർത്താവായ സോണി തയ്യാറായതെന്നും പരാതിയിൽ മകൾ ആരോപിച്ചു. 1 മാസത്തോളം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരുന്ന സജി കഴിഞ്ഞ ദിവസമാണ് മരിച്ചത്. പരസ്ത്രീ ബന്ധത്തിന്റെ പേരിൽ സോണി സജിയെ നിരന്തരം മർദ്ദിക്കാറുണ്ടെന്ന് സജിയുടെ സഹോദരങ്ങളും വ്യക്തമാക്കി. ഇക്കാര്യങ്ങൾ സാധൂകരിക്കുന്നതായിരുന്നു അയൽക്കാരുടെ വാക്കുകളും. അവിടെ വീട്ടിൽ വഴക്കൊക്കെ ഉണ്ടാകാറുണ്ടെന്നുള്ളതാണ് എൻ്റെ അറിവ്. ഇടയ്ക്കിടയ്ക്ക് തമ്മിൽ ദാമ്പത്യ പ്രശ്നങ്ങളുണ്ട്. അതിനകത്ത് അലമ്പോലും വഴക്കും പിന്നെ മദ്യപാനും എല്ലാം ഉണ്ട്. എന്നാൽ 1 മാസം ചികിത്സയിലിരുന്ന ശേഷം മരണപ്പെട്ട വ്യക്തിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൊലപാതക സാധ്യത തള്ളിക്കളഞ്ഞ പോലീസ് നടപടിക്ക് മേൽ കടുത്ത അതൃപ്തിയാണ് കുടുംബത്തിനുള്ളത്. 1 മാസം ചികിത്സയിലിരുന്നുവെന്ന് മാത്രമല്ല, അടക്കം ചെയ്ത് 3 ദിവസത്തിനു ശേഷം പുറത്തെടുത്ത ബോഡിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ ബാഹ്യമർദ്ദനത്തിന്റെ എന്ത് തെളിവുകളാണ് അവശേഷിക്കുകയെന്ന ചോദ്യവും ഉയരുന്നു. മകളുടെയും നാട്ടുകാരുടെയും മൊഴികളെ ആസ്പദമാക്കി വിശദമായ അന്വേഷണം നടത്താതെയാണ് സോണിയെ രക്ഷിക്കുന്നതിനായി മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം മാത്രം ചുമത്തിയതെന്നും കുടുംബം ആരോപിക്കുന്നു. പോലീസ് വീഴ്ചയ്ക്കെതിരെ നിയമ നടപടികളുമായി നാളെ സജിയുടെ സഹോദരങ്ങൾ ആലപ്പുഴ കോടതിയെ സമീപിക്കും. ന്യൂസ് 18 ആലപ്പുഴ.
ടൊവിനോ തോമസ് നായകനായ ഐഡന്റിറ്റി എന്ന സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ വിശദീകരണവുമായി നിർമ്മാതാക്കളായ രാഗം മൂവീസിന്റെ ഉടമ രാജു മല്യത്ത്. മലയാള സിനിമാ പ്രേഴ്സൺ സംബന്ധിച്ച് തിരക്കഥാകൃത്ത് വിനു കിരത് നടത്തിയ പരാമർശത്തിനെതിരെയാണ് അദ്ദേഹം രംഗത്തെത്തിയത്. ഐഡന്റിറ്റിക്ക് വേണ്ടി ഹെലികോപ്റ്ററിൽ വന്ന പ്രമോഷൻ രീതി സിനിമയുടെ ബജറ്റ് കൂട്ടിയെന്നും ടൊവിനോ അമിത പ്രതിഫലം വാങ്ങിയെന്നുമായിരുന്നു പരാമർശം. എന്നാൽ ടൊവിനോ ഹെലികോപ്റ്റർ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് നിർമ്മാതാവ് രാജു മല്യത്ത് വിശദീകരിക്കുന്നു. മാത്രവുമല്ല, സിനിമയ്ക്ക് പലവിധ കാരണങ്ങൾ കൊണ്ട് നിർമ്മാണ ചെലവ് കൂടി പ്രതിസന്ധിയായപ്പോൾ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിനെ പങ്കാളിയാക്കി റിലീസ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കിയ വ്യക്തിയാണ് ടൊവിനോ എന്നും അദ്ദേഹം അറിയിച്ചു. ടൊവിനോയുടെ പ്രതിഫലത്തിൽ ഭീമമായ തുക താൻ നൽകാനുണ്ട് എന്നും രാജു മല്യത്ത് പറഞ്ഞു. ടൊവിനോ ഈ സിനിമയുടെ ചിത്രീകരണത്തിനിടയിലും തന്നെ സാമ്പത്തികമായി സഹായിക്കാൻ തയ്യാറായിട്ടുണ്ട് എന്നും നിർമ്മാതാവ് വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം ന്യൂസ് 18 ചർച്ചയിലാണ് വിനു കിരത്ത് ഈ കാര്യം പറഞ്ഞത്. ഈ അടുത്ത കാലത്ത് ഒരു പടത്തിന്റെ പ്രൊമോഷന് തിരുവനന്തപുരത്ത് ഒരു താരം വന്നിറങ്ങിയത് ഹെലികോപ്റ്ററിലാണ്. താരം വന്നിറങ്ങി ഹെലികോപ്റ്ററിൽ ഇറങ്ങിയതിന് അതിന്റെ ചെലവ് നിർമ്മാതാവ് കൊടുത്തു. മാത്രമല്ല, അദ്ദേഹത്തോടൊപ്പം ഒരു സ്റ്റാർ ഹോട്ടൽ അദ്ദേഹത്തിന്റെ സഹായിയും താമസിക്കുന്നു. പ്രൊമോഷൻ നിർമ്മാതാവിന് മാത്രം മതിയോ? താരങ്ങൾ ഉണ്ടാവുന്ന എങ്ങനെയാണ്? പടങ്ങൾ ഹിറ്റാവുമ്പോഴാണ്. ഇവരെല്ലാം ഒരു കാലത്ത് പുതുമുഖങ്ങളായിരുന്നില്ലേ? അപ്പോൾ ഞാൻ പറയുന്നത്, ഞാൻ നിർമ്മാതാക്കളെ തന്നെ കുറ്റപ്പെടുത്തുകയാണ്. എന്റെ പൈസ പോയത് ഇപ്പോൾ ഈ പഴയതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ജൂബിലി പ്രൊഡക്ഷൻസോ അല്ലെങ്കിൽ വലിയ ജൂബിലി എവിടെ, അരോമ എവിടെ? പുതിയ ആളുകളെല്ലാം അധീനങ്ങ് മാറി പുതിയ ആളുകൾ ആഗ്രഹം കൊണ്ട് സിനിമ എടുക്കാൻ വരുന്നവരാണ്. അപ്പൊ അവരെ അങ്ങ് വഹിക്കുകയാണെന്നേ പരമാവധി. അല്ലല്ല, വഹിക്കാൻ നിന്നും കൊടുക്കരുത്. ഞാൻ പറഞ്ഞത് വഹിക്കാൻ നിന്നും കൊടുക്കരുത്. സിനിമാ സമരം സംബന്ധിച്ച് വിവാദം പുതിയ തലത്തിലേക്ക്. നിർമ്മാതാക്കളുടെ സംഘടനയിൽ പ്രശ്നങ്ങളില്ലെന്നും ജി സുരേഷ് കുമാറും ആന്റണി പെരുമ്പാവൂരും വേണ്ടപ്പെട്ടവരാണെന്നുമാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ നിലപാട്. താരങ്ങൾ പ്രതിഫലം കുറയ്ക്കണമെന്ന നിലപാടിലും വിമർശനം ശക്തമാണ്. ജൂൺ 1 മുതൽ ആരംഭിക്കാനിരിക്കുന്ന സമരപ്രഖ്യാപനത്തിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ആജ്ഞ രവീന്ദ്രൻ ചേരുകയാണ്. ആജ്ഞ, ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമോ? സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തീരുമാനം? രഞ്ജിത്ത്, സിനിമാ സമരം, അതായത് ജൂൺ 1 സിനിമാ സമരം നടത്തുമെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രഖ്യാപിച്ചതിൽ വിയോജിപ്പുണ്ട് എന്ന് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ തന്നെ ട്രഷററായിട്ടുള്ള ലിസ്റ്റിൻ സ്റ്റീഫൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അങ്ങനെയാണ്. ഈ ജി സുരേഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ സിനിമാ മേഖല ജൂൺ 1 മുതൽ സമരത്തിലേക്ക് പോവുകയാണ്. വിനോദ നികുതി കുറയ്ക്കണം, അതുപോലെ താരങ്ങളുടെ പ്രതിഫലം കുറയ്ക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നിർമ്മാതാക്കൾ പ്രതിസന്ധിയിലാകുന്ന തരത്തിലേക്ക് സിനിമാ മേഖല കടന്നിട്ടുണ്ട്. OTT റിലീസ് ഉൾപ്പെടെ മലയാള സിനിമയെ തഴയുന്ന ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ജനുവരിയിലുള്ള സിനിമകളുടെ കണക്ക്, അതായത് നിർമ്മിച്ച റിലീസായ സിനിമകളുടെ കണക്കുകൾ എടുത്തപ്പോഴാണ് ടൊവിനോ തോമസിന്റെ പേരും പരാമർശിക്കേണ്ടി വന്നത്. അതല്ലാതെ ടൊവിനോ മാത്രം സിനിമാ മേഖലയ്ക്ക് നഷ്ടമുണ്ടാക്കി എന്നുള്ള പരാമർശം ജി സുരേഷ് കുമാർ നടത്തിയിട്ടില്ല എന്നാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അങ്ങനെയാണ്. പക്ഷേ ഈ ഒരു ചർച്ച വഴിവെച്ചത് താരങ്ങളുടെ പ്രതിഫലം കുറയ്ക്കണമെന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ്. പക്ഷേ അതിൽ നിരവധി വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. കാരണം ഒരു സിനിമ നിർമ്മിക്കുമ്പോൾ ആ നിർമ്മാതാവ് ഒരു താരത്തെ കാസ്റ്റ് ചെയ്യുന്നത് അവർക്ക് സിനിമാ മേഖലയിൽ അവരുടെ കരിയറിൽ ഉണ്ടാക്കിയ ഗ്രോത്ത് കൊണ്ട് മാത്രമാണ്. ഇന്ന നടൻ എൻ്റെ സിനിമയിലേക്ക് വേണം, അതല്ലെങ്കിൽ ഇന്ന നടി എൻ്റെ സിനിമയിലേക്ക് വേണമെന്ന് തീരുമാനിക്കുന്ന അത്തരത്തിലാണ്. ആ താരത്തിന് അവരുടെ പ്രതിഫലം എത്രയാണ് എന്ന് നിശ്ചയിക്കാനുള്ള എല്ലാ റൈറ്റുമുണ്ട്. അതല്ല, അവർ സ്വമേധയാ ഇത്തരത്തിൽ പ്രതിഫലം കുറയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ്. അതല്ലാതെ മൊത്തത്തിൽ താരങ്ങൾ അവരുടെ പ്രതിഫലം കുറയ്ക്കണമെന്ന് മുന്നോട്ട് വയ്ക്കുന്നത് നിർമ്മാതാക്കളുടെ രീതി ശരിയല്ല. അതല്ലെങ്കിൽ ആ ആവശ്യം അംഗീകരിക്കാനാകില്ല എന്നുള്ള തരത്തിൽ തന്നെയായിരുന്നു താരങ്ങളും മുന്നോട്ട് വെച്ചത്. പക്ഷേ ഇക്കാര്യം അമ്മയുമായി ചർച്ച ചെയ്തിട്ടുണ്ട്. അത് അമ്മ ജനറൽ ബോഡി വിളിച്ച ശേഷം ഈ കാര്യത്തിൽ തീരുമാനം അറിയിക്കാമെന്ന് തന്നെയായിരുന്നു അമ്മയുടെ ഇപ്പോൾ അഡ്ഹോക് കമ്മിറ്റിയാണ്. ഈ അഡ്ഹോക് കമ്മിറ്റി അറിയിച്ചത് അങ്ങനെയാണ് എന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ചർച്ചയ്ക്ക് മുന്നോട്ട് വയ്ക്കുമ്പോൾ ജൂൺ 1 എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിട്ടൊരു ഡേറ്റ് ആര് പ്രഖ്യാപിച്ചു എന്ന് ലിസ്റ്റിൻ സ്റ്റീഫൻ ചോദിക്കുകയും അത് നിർമ്മാതാക്കളുടെ സംഘടന തന്നെയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതേസമയം ജൂണിലല്ലേ, സമയമില്ലേ, അത്തരം കാര്യങ്ങളിൽ ഇനിയും ചർച്ച നടക്കാനുണ്ട്. ഈ ചർച്ച നടത്തിയ ശേഷം മുന്നോട്ട് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നിരവധിയായി നടക്കുന്നു
തുറന്നിട്ട് അതിനുശേഷമേ സമരത്തിലേക്ക് കടക്കുകയുള്ളൂ അല്ലെങ്കിൽ സമര പരിപാടികളുമായി കടക്കുകയുള്ളൂ. ഇത്തരം വിവരങ്ങൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ മുഴുവൻ അല്ലെങ്കിൽ ആ അസോസിയേഷൻ മുഴുവൻ ചർച്ച ചെയ്ത ശേഷം എടുത്ത തീരുമാനമല്ല എന്നുള്ള തരത്തിലുള്ള നിലപാടാണ് ലിസി സ്റ്റീഫൻ കഴിഞ്ഞ ദിവസം അറിയിച്ചതും അങ്ങനെയാണ്. അങ്ങനെയാകുമ്പോൾ അതായത് പുതിയ ചർച്ചകളിലേക്ക് ആന്റണി പെരുമ്പാവൂരും സുരേഷ് കുമാറും തമ്മിലുള്ള തർക്കത്തിനിടയിൽ പോലും പുതിയ ചർച്ചകളിലേക്ക് കൂടി നിർമ്മാതാക്കളുടെ സംഘടന. ശരി, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇടവേള. ഡൽഹിയിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ തുടർന്ന് ബി.ജെ.പി. കേന്ദ്ര നിരീക്ഷകർ എം.എൽ.എമാരുമായി ചർച്ച നടത്തും. ദളിത് വിഭാഗത്തിൽ നിന്നോ ജാട്ട് വിഭാഗത്തിൽ നിന്നോ ഉള്ളയാളെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ആർ രാകേഷ് ചേരുകയാണ്. രാകേഷ്, 10ഓളം പേരുകളാണ്, അതായത് 10ഓളം ആളുകൾ മുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെട്ട് രംഗത്തുണ്ട്. ബി.ജെ.പി. ഇത് ആരെ എന്ത് എന്ന് തീരുമാനിക്കുന്നതിനുള്ള ഒരു ആശയക്കുഴപ്പവും പ്രശ്നങ്ങളുമാണോ? എന്താണ് സംഭവിക്കുന്നത് ഡൽഹിയിൽ? രഞ്ജിത്ത്, 2 ദിവസത്തിനകം തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം കേന്ദ്ര നിരീക്ഷകരുടെ നിയമിച്ചുകൊണ്ടുള്ള തീരുമാനം ഇന്ന് ഒരുപക്ഷെ ഉണ്ടായേക്കാം. അങ്ങനെയെങ്കിൽ ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെയോ നിയമസഭാ കക്ഷി യോഗം ചേരാനാണ് ബി.ജെ.പി. ആലോചിക്കുന്നത്. ആ യോഗത്തിൽ ഒരു പ്രഖ്യാപനം ഉണ്ടാകും. ഏതായാലും 5ഓ 6ഓ പേരുകൾ ഇപ്പോഴും സജീവമായുണ്ട്. അതിനിടയിലാണ് ജാട്ട് വിഭാഗത്തിൽ നിന്നുള്ള ഒരു നേതാവിനെ മുഖ്യമന്ത്രിയാക്കണമെന്നൊരാവശ്യം ഒരു വിഭാഗത്ത് ശക്തമാകുന്നത്. കാരണം വിജയിച്ച 48 എം.എൽ.എമാരിൽ 12 പേർ ജാട്ട് വിഭാഗമാണ്. ഹരിയാനയിലടക്കം ജാട്ട് ഇതര വോട്ടുകളെ ഏകീകരിച്ചാണ് ബി.ജെ.പി. വിജയിച്ചതെങ്കിൽ ഡൽഹിയിൽ ജാട്ടുകൾ ബി.ജെ.പി. വിജയത്തിൽ നിർണായകമായി. അതുകൊണ്ട് തന്നെ ജാട്ട് വിഭാഗത്തിന് ആളെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യം ശക്തമാണ്. അങ്ങനെ പരിഗണിക്കപ്പെട്ടാൽ ന്യൂഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയ പർവേഷ് വർമ്മയ്ക്ക് സാധ്യത തെളിയും. ഒപ്പം തന്നെ മറ്റൊന്ന് ദളിത് വിഭാഗത്തിൻ്റെ ആളെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. നേരത്തെ പ്രധാനമന്ത്രി അടക്കമുള്ള നേതാക്കൾ പരിഗണിച്ചിരുന്നത് കരോൾബാഗിൽ മത്സരിച്ച ബി.ജെ.പി. ദേശീയ ജനറൽ സെക്രട്ടറി ദുഷ്യന്ത് ഗൗതമിനെ ആയിരുന്നു. പക്ഷേ ദുഷ്യന്ത് ഗൗതം പരാജയപ്പെട്ടതോടുകൂടിയാണ് മറ്റു പേരുകളിലേക്ക് ഇപ്പോൾ ചർച്ച പോയത്. ഏതായാലും ഇന്നോ നാളെയോ എം.എൽ.എമാരുടെ യോഗം ചേരുമെന്നാണ് ഇപ്പോൾ നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. നിലവിൽ പ്രധാനമന്ത്രി അടക്കമുള്ളവർ പ്രധാനമന്ത്രി വിദേശത്തായതാണ് 8 ദിവസമായിട്ടും ഈ പ്രഖ്യാപനം നീളാനുള്ള പ്രധാനപ്പെട്ട കാരണം. പക്ഷേ ഇനി കാലതാമസം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഇന്നോ നാളെയോ യോഗം ചേർന്നുകൊണ്ട് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനുള്ള ചർച്ചകളിലേക്ക് പോവുകയാണ് ബി.ജെ.പി. രഞ്ജിത്ത്. ശരി, ആർ രാകേഷ് വിവരങ്ങൾ പങ്കുവച്ചു. മറ്റു വാർത്തയിലേക്ക്. സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശാ വർക്കർമാർ നടത്തുന്ന സമരം 7ാം ദിവസത്തിൽ. കഴിഞ്ഞ ദിവസം ആശാ വർക്കർമാരുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരുന്നു. വിരമിക്കൽ പ്രായം പ്രഖ്യാപിക്കുന്നതിനൊപ്പം ആനുകൂല്യങ്ങളും പ്രഖ്യാപിക്കണമെന്നാണ് ആവശ്യം. വെള്ളായണി കായൽ വീണ്ടെടുക്കാൻ ശ്രമങ്ങൾക്ക് ഊർജം നൽകി ഹൈക്കോടതി വിധി. 3 മാസത്തിനകം കായലിന്റെ അതിർത്തി നിർണ്ണയിക്കണമെന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടത്. കായലിന്റെ യഥാർത്ഥ വിസ്തൃതി കണ്ടെത്തിയാൽ വ്യാപകമായ കയ്യേറ്റങ്ങളടക്കം ഒഴിപ്പിക്കേണ്ടി വരും. കേരളത്തിലെ ശുദ്ധജല തടാകങ്ങളിൽ ശാസ്താംകോട്ട കഴിഞ്ഞാൽ 2ാം സ്ഥാനത്തുള്ള ജലാശയം. 2000 ഏക്കറിലധികം വിസ്തൃതിയുള്ള തടാകമായിരുന്നു ഒരു കാലത്ത് വെള്ളായണി കായൽ. ഇപ്പോൾ 10-1 ചുരുങ്ങിയെന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ കണക്കുകൂട്ടുന്നത്. ഉദ്യോഗസ്ഥ രാഷ്ട്രീയ പിന്തുണയോടെയുള്ള കയ്യേറ്റങ്ങളാണ് കായലിനെ നശിപ്പിച്ചത്. പല ഭാഗങ്ങളും കായൽ ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പോലും കഴിയാത്ത വിധം കരയായി മാറി. വീടുകളും റിസോർട്ടും ചുറ്റും ഉയർന്നു പൊങ്ങി. കല്ലിയൂർ, വെങ്ങാനൂർ, വിഴിഞ്ഞം തുടങ്ങിയ സ്ഥലങ്ങളിലെ ജനങ്ങൾ ആശ്രയിക്കുന്ന കുടിവെള്ള സ്രോതസ് കൂടിയാണ് വെള്ളായണി. ഈ തടാകത്തെ തിരിച്ചുപിടിക്കണമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. കായൽ പുനരുജ്ജീവനത്തിന് സർക്കാർ ഒഴുക്കിയ കോടികളും ചെറുതല്ല. 96.5 കോടി രൂപയുടെ പുതിയ പദ്ധതി കഴിഞ്ഞ ദിവസമാണ് ഉദ്ഘാടനം ചെയ്തത്. അതിനിടയിൽ വന്ന കോടതി വിധി പരിസ്ഥിതി പ്രവർത്തകർക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ഹൈക്കോടതി വിധിയിൽ സന്തോഷമുണ്ട്. കാര്യം 2012 മുതൽ തുടങ്ങിയ പോരാട്ടമാണിത്. ഇപ്പോൾ ഹൈക്കോടതി അനുകൂലമായ ഒരു വിധി പ്രസ്താവിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്നുള്ളതിലാണ് ആശങ്ക ഉള്ളത്. കയ്യേറിയ വസ്തുക്കളൂടെ ഇതിന്റെ കൂടത്ത് അളന്ന് തിട്ടപ്പെടുത്തി, ഈ ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ അളന്ന് തിട്ടപ്പെടുത്തി കായലിനോട് ചേർക്കണം എന്നാണ് നമ്മുടെ ആവശ്യം. സംരക്ഷണം ഉറപ്പാക്കാൻ തടാകത്തിന്റെ അതിരുകൾ നിർണ്ണയിക്കാനും 50 മീറ്റർ ബഫർ സോൺ അതിർത്തി നിർണ്ണയിക്കാനും ഹൈക്കോടതി സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയോടാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. രേഖകളിലുള്ള യഥാർത്ഥ വിസ്തൃതി വീണ്ടെടുക്കണമെങ്കിൽ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കേണ്ടി വരും. മാത്രമല്ല, പതിറ്റാണ്ടുകളായി കൃഷി ചെയ്ത് കരയാക്കി മാറ്റിയ ഭൂമിയും വീണ്ടെടുക്കണം. ശുദ്ധജല തടാകമാണ്. ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് കുടിവെള്ളം നൽകുന്ന ജലസ്രോതസ്സാണ്. കട്ടെടുത്തതിന്റെയും കയ്യേറ്റത്തിന്റെയും ശേഷിപ്പാണ് ഇപ്പോഴത്തെ വെള്ളായണിക്കായൽ.
ഇതെങ്കിലും സംരക്ഷിക്കപ്പെടണം. വി അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. കാസർഗോഡെത്തിയ മന്ത്രി വി ശിവൻകുട്ടിക്ക് മുന്നിൽ പരാതികളുമായി എത്തി കുട്ടികൾ. പടന്നയിലും പീലിക്കോടും സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടകനായി എത്തിയതോടെയാണ് പരാതികളും നിവേദനങ്ങളുമായി കുരുന്നുകൾ മന്ത്രിക്ക് മുന്നിൽ എത്തിയത്. കുഞ്ഞു നിവേദനങ്ങൾക്ക് ഉടനടി മന്ത്രി മറുപടിയും നൽകി. ഫാത്തിമയും അമാനയുമായിരുന്നു പടന്ന ഗവൺമെന്റ് UP സ്കൂളിലെ പരാതിക്കാർ. സ്കൂളിലെ മുകൾ നിലയിലെ ക്ലാസ് മുറിയിലെത്തുന്നതിനുള്ള ബുദ്ധിമുട്ടായിരുന്നു ഫാത്തിമയുടെ സങ്കടം. പടികൾ ധാരാളമായി കയറേണ്ടതുകൊണ്ട് നടുവേദനയുണ്ടാകുന്നു. പ്രശ്നപരിഹാരത്തിന് മന്ത്രി തന്നെ ഇടപെടണം. പടികളുടെ എണ്ണം കുറയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് പാഠപുസ്തകത്തിന്റെ കനം കുറച്ചു നൽകാമെന്നായിരുന്നു മന്ത്രിയുടെ മറുപടി. ഇതോടെ സദസ്സിൽ കയ്യടികളുയർന്നു. ഫാത്തിമ, ഷബിലി, അമാന, അബ്ദുൾ റഹീം തന്ന ഒരു നിവേദനം ഒരുപാട് പടികേറി പോയിട്ട് വരുന്നു. അതുകൊണ്ട് നട്ടലിന് വേദന വീട്ടിൽ ചെന്നാലുണ്ടാവും. ഇത് പല സ്കൂളുകളിൽ ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു പരാതിയാണ്. ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. കുട്ടികളുടെ പാഠപുസ്തകത്തിന്റെ കനം കുറയ്ക്കാൻ വേണ്ടി ഗവൺമെന്റ് ഉദ്ദേശിക്കുകയാണ്. അതിന്റെ വണ്ണം കുറയ്ക്കാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. ക്ലാസ് മുറിയിലെ അത്യുഷ്ണമായിരുന്നു അമാനയ്ക്ക് ബോധിപ്പിക്കാനുണ്ടായിരുന്നത്. പരിഹാരമായി AC സ്ഥാപിക്കണമെന്ന നിർദ്ദേശവും മുന്നോട്ട് വച്ചു. കുഞ്ഞുങ്ങളുടെ സങ്കടമകറ്റാൻ പൊതുവായി എന്തു ചെയ്യാൻ പറ്റുമെന്നാലോചിക്കും. ഒപ്പം കൂട്ടായ ശ്രമങ്ങളും ഉണ്ടാകണമെന്ന് മന്ത്രി പറഞ്ഞു. 2Bയിൽ പഠിക്കുന്ന കശ്യപ് PV എഴുതുന്ന കത്ത് അവൻ്റെ ആവശ്യം എന്ന് വെച്ചാൽ അതായത് കളിക്കാനുള്ള കളിസ്ഥലം വേണോ? തീർച്ചയായിട്ടും അത് പാർലമെന്റ് മെമ്പർ MLA കൂടെ പരിഹാരം കണ്ടെത്തി കൊടുക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. പിലിക്കോട് ITIക്ക് കെട്ടിട ശിലാസ്ഥാപനം നടത്താനെത്തിയപ്പോൾ നിവേദനവുമായി എത്തിയത് പിലിക്കോട് UP സ്കൂളിലെ 2ാം ക്ലാസ്സുകാരൻ കശ്യപായിരുന്നു. തന്റെ വിദ്യാലയത്തിനു വേണ്ടി കളിസ്ഥലം വേണമെന്നായിരുന്നു കശ്യപിന്റെ ആവശ്യം. ഈ പണി MP-ക്കും MLA-ക്കും പാസ് ചെയ്ത് മന്ത്രി തലയൂരി. ഇതോടെ സദസ്സിൽ വീണ്ടും കയ്യടി മുഴങ്ങി. ന്യൂസ് 18 ചെറുവത്തൂർ. സമരങ്ങളിലും പരാധീനതകളിലും പതിവാകുന്ന KSRTCയിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ ജോലി ചെയ്യുകയാണ് ഏക വനിതാ പെയിന്ററായ ശ്രീകല. ഡ്രൈവറും കണ്ടക്ടറുമായി നിരവധി വനിതകൾ KSRTCയിൽ ഉണ്ടെങ്കിലും പെയിന്ററായി ശ്രീകല മാത്രമേ ഉള്ളൂ. നെടുമങ്ങാട് പേരില സ്വദേശിയാണ് ഈ വനിതാ പെയിന്റർ. KSRTC കാട്ടാക്കട ഡിപ്പോയിലെ വനിതാ പെയിന്ററാണ് ശ്രീകല. കഴിഞ്ഞ 10 വർഷമായി ശ്രീകല ബസ്സുകൾക്ക് ചായമടിക്കുന്നു. 150 പെയിന്റർമാരുള്ള KSRTCയിലെ ഏക വനിതയാണ് ശ്രീകല. 1965 രൂപീകൃതമായ KSRTCയിൽ ആദ്യകാലങ്ങളിൽ ഓഫീസ് ജോലികൾ മാത്രമാണ് വനിതകൾ ചെയ്തിരുന്നത്. ഡ്രൈവർ, കണ്ടക്ടർ, മെക്കാനിക്കൽ, പെയിന്റർ ജോലികളിൽ പുരുഷന്മാർ മാത്രമായിരുന്നു. കാലക്രമേണ കണ്ടക്ടർ, ഡ്രൈവർ എന്നീ മേഖലകളിലും സ്ത്രീ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി. ആണുങ്ങൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ജോലി സ്ത്രീകൾക്ക് ചെയ്യാൻ കഴിയും. പക്ഷെ ഇപ്പൊ എല്ലാ രംഗങ്ങളിലും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും സ്ത്രീകൾ ഏത് ജോലി ഇപ്പം ചെയ്യുന്നുണ്ട്. അപ്പം സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുന്ന ജോലി അവർക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ മടിച്ചിരിക്കരുത്, നമ്മളെ ഫീൽഡിലോട്ട് വരണം. ഏത് ജോലിയും ചെയ്യാനുള്ള അവര് മനസ്സ് കാണിക്കണം. സ്ത്രീകളെന്ന് പറഞ്ഞിട്ട് വീടിനകത്തിരിക്കാൻ മാത്രം ഉള്ള ആൾക്കാരൊന്നും അല്ല. 9 വർഷം പാപ്പനംകോട് സെൻട്രൽ വർക്ക്ഷോപ്പ് ഗ്യാരേജിലാണ് ശ്രീകല ജോലി ചെയ്തിരുന്നത്. പിന്നീടാണ് കാട്ടാക്കട ഡിപ്പോയിൽ ജോലി നോക്കിയത്. തനിക്ക് ചെയ്യാൻ സാധിക്കാത്ത ജോലികളിൽ സഹപ്രവർത്തകർ സഹായിക്കുമെന്നും ഉദ്യോഗസ്ഥർ ഒന്നടങ്കം മികച്ച പ്രോത്സാഹനം നൽകുന്നുണ്ടെന്നും ശ്രീകല പറഞ്ഞു. സപ്പോർട്ട് എല്ലാവരും നല്ല സപ്പോർട്ടാണ് എല്ലാവർക്കും. അല്ലാതെ വേറെ മോശമായിട്ടുള്ള ഒരു പ്രവൃത്തിയോ ഒരു സംസാരമോ അങ്ങനെ യാതൊരു ഇതൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെയും. ഞാനും അങ്ങനെയാണ് അവരോട് പെരുമാറുന്നത്. അവർക്ക് എന്നോടും അങ്ങനെയാണ്. ബസ്സുകളുടെ ബോഡി ബോർഡർ പെയിന്റിംഗ് ആണ് ശ്രീകല കൂടുതൽ ചെയ്യുന്നത്. സ്ത്രീകൾ ഏത് ജോലിയും ചെയ്യാൻ തയ്യാറാകണമെന്നാണ് ശ്രീകലയുടെ നിലപാട്. ചാക്ക ഗവൺമെന്റ് ITI പെയിന്റിംഗ് ഇൻസ്ട്രക്ടറായ ഭർത്താവ് അജികുമാറിന്റെ പ്രോത്സാഹനം കൊണ്ടാണ് ഈ ജോലി തെരഞ്ഞെടുക്കാൻ സാധിച്ചതെന്നും ശ്രീകല പറഞ്ഞു. ഡിഗ്രി വിദ്യാർത്ഥിനിയായ അമൃതലക്ഷ്മിയും +2 വിദ്യാർത്ഥിനിയായ ശിവലക്ഷ്മിയുമാണ് മക്കൾ. ന്യൂസ് 18 കാട്ടാക്കട. തിരുവനന്തപുരം പോത്തൻകോട് ഞാണ്ടൂർ കോണത്ത് ബൈക്കുകൾ കൂട്ടിയിടിച്ച് ദമ്പതികൾക്ക് ദാരുണാന്ത്യം. അരുവിക്കര സ്വദേശികളായ ദിലീപ്, ഭാര്യ നീതു എന്നിവരാണ് മരിച്ചത്. പരിക്കേറ്റ പോത്തൻകോട് പ്ലാമൂട് സ്വദേശി സച്ചു, കാട്ടായിക്കോണം സ്വദേശി അമ്പോറ്റി എന്നിവർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്.
സംസ്ഥാനത്ത് ചെറുകിട ഇറച്ചിക്കോഴി ഫാം നടത്തുന്ന കർഷകർ പ്രതിസന്ധിയിൽ. ഇറച്ചിക്കോഴിക്ക് അടിക്കടി ഉണ്ടാകുന്ന വിലക്കുറവും തീറ്റയ്ക്ക് സബ്സിഡി ലഭിക്കാത്തതുമാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നത്. ലക്ഷങ്ങൾ മുടക്കി ഫാമുകൾ തുടങ്ങിയ ചെറുതും വലുതുമായ കർഷകർ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഇറച്ചിക്കോഴിയുടെ ഉൽപ്പാദനവും വിപണനവും ലക്ഷ്യമിട്ടാണ് കോന്നി അതുമ്പുംകുളം സ്വദേശി സുനിൽ സ്വന്തമായി ഫാം തുടങ്ങിയത്. ഫാം നിർമ്മാണത്തിനും കോഴിക്കുമായി ലക്ഷങ്ങൾ ചെലവഴിച്ചു. എന്നാൽ ഇറച്ചിക്കോഴിക്കുള്ള വില കുറഞ്ഞതും തീറ്റയ്ക്ക് സബ്സിഡി ലഭിക്കാത്തതും ഫാം അടച്ചുപൂട്ടാൻ കാരണമായി. തമിഴ്നാട്ടിൽ ഇറച്ചിക്കോഴി തീറ്റയ്ക്ക് സർക്കാർ സബ്സിഡി നൽകുമ്പോൾ കേരളത്തിൽ അത് ലഭിക്കുന്നില്ലെന്ന് സുനിൽ പരാതിപ്പെടുന്നു. തീറ്റയുടെ വില കൂടുതൽ, കോഴിയുടെ വില കുറവ്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഡയറി ഫാമിലായാലും ഇതുപോലെയുള്ള പൗൾട്രി ഫാമിനൊക്കെ തീറ്റയ്ക്ക് നല്ല സബ്സിഡി കൊടുക്കുന്നുണ്ട്. നമുക്കിവിടെ അങ്ങനെയുള്ള സഹായമൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് ലാഭകരമായിട്ട് നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല. ഇത് എത്ര കോഴികളായിരുന്നു? ഇതിനകത്ത് 3000 കോഴി വളർത്തും. 3000 ഇറച്ചിക്കോഴികളെ വളർത്താനുള്ള ഫാമാണ് സുനിൽ സാമ്പത്തിക ബാധ്യത മൂലം അടച്ചുപൂട്ടിയത്. ചെറുകിട സംരംഭം എന്ന രീതിയിൽ ഇറച്ചിക്കോഴി ഫാം തുടങ്ങിയ കർഷകർ കടുത്ത പ്രതിസന്ധിയിലാണ്. പലരും ബാങ്ക് വായ്പ എടുത്തും പലിശയ്ക്ക് കടം വാങ്ങിയുമാണ് പൗൾട്രി ഫാമുകൾ തുടങ്ങിയത്. സർക്കാർ സഹായവും സബ്സിഡിയും ഇറച്ചിക്കോഴി വളർത്തൽ മേഖലയിൽ ലഭിക്കാത്തതിനാൽ മിക്ക കർഷകരും വലിയ സാമ്പത്തിക ബാധ്യതയിലായി. ന്യൂസ് 18 പത്തനംതിട്ട. കേരളത്തിലേറെ കൊള്ളക്കമുണ്ടായ കേസാണ് മൈസൂരിലെ പാരമ്പര്യ വൈദ്യൻ ഷാബ ഷെരീഫിന്റെ കൊലപാതകം. ഒറ്റമൂലി രഹസ്യമറിയാൻ ഷാബ ഷെരീഫിനെ നിലമ്പൂർ സ്വദേശി ഷൈബിൻ അഷ്റഫിന്റെ സംഘം തട്ടിക്കൊണ്ടുവന്നതിൽ തുടങ്ങുന്നതാണ് ഈ കേസ്. മൃതദേഹമോ മൃതദേഹാവശിഷ്ടമോ കണ്ടെത്താൻ കഴിയാത്ത കേസിൽ ശാസ്ത്രീയ തെളിവുകളാണ് നിർണായകം. കേസിൽ ഈ മാസം അവസാനം മഞ്ചേരി അഡീഷണൽ ജില്ലാ കോടതി വിധി പറയുകയാണ്. നാട് നടുക്കിയ ക്രൂരതയ്ക്ക് പ്രതിക്ക് എന്തായിരിക്കും ശിക്ഷ? കേരളം കാത്തിരിക്കുകയാണ്. മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കാതെ വിചാരണ പൂർത്തിയാക്കിയെന്ന അപൂർവത, അതാണ് ഷാബ ഷെരീഫ് കൊലക്കേസിനെ വ്യത്യസ്തമാക്കുന്നത്. 2019 ഓഗസ്റ്റിലാണ് കേസിനാസ്പദമായ സംഭവങ്ങളുടെ തുടക്കം. മൈസൂരു സ്വദേശി ഷാബ ഷെരീഫിനെ മൂലക്കുരുവിന്റെ ഒറ്റമൂല്യ രഹസ്യം അറിയാൻ വേണ്ടിയാണ് നിലമ്പൂർ മുക്കട്ട സ്വദേശി ഷൈബിൻ അഷ്റഫിന്റെ സംഘം തട്ടിക്കൊണ്ടുവന്നത്. ഇയാളെ 1 വർഷത്തിലധികം ഷൈബിന്റെ മുക്കട്ടയിലെ വീട്ടിൽ തടവിൽ പാർപ്പിച്ചെന്നും പിന്നീട് 2020 ഒക്ടോബറിൽ കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി ചാലിയാറിൽ ഒഴുക്കിയെന്നുമാണ് കേസ്. മൃതദേഹം കഷ്ണങ്ങളാക്കി പുഴയിൽ തള്ളിയതിനാൽ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ പോലീസിനായില്ല. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പിൻബലവും കേസിന് ലഭിച്ചില്ല. കേസിൽ നിർണായകമായിരിക്കുന്നത് ഷാബ ഷെരീഫിന്റെ തലമുടിയുടെ മൈറ്റോകോൺട്രിയ DNA ഫലമാണ്. ഷൈബിൻ അഷ്റഫിന്റെ കാറിൽ നിന്നാണ് ഈ തലമുടി കണ്ടെത്തിയത്. ഇത് ഷാബ ഷെരീഫിന്റെയാണെന്ന് പരിശോധനയിൽ തെളിഞ്ഞു. ഈ ശാസ്ത്രീയ പരിശോധനാ ഫലവും മാപ്പുസാക്ഷിയാക്കപ്പെട്ട സുൽത്താൻ ബത്തേരി സ്വദേശി നൌഷാദ് എന്ന മോനുവിന്റെ സാക്ഷിമൊഴികളുമാണ് കേസിൽ നിർണായകം. 2022 നൌഷാദ് വെളിപ്പെടുത്തിയപ്പോൾ മാത്രമാണ് ഷാബ ഷെരീഫ് വധം പുറം ലോകമറിഞ്ഞത്. ഷാബ ഷെരീഫിനെ കെട്ടിയിട്ട ദൃശ്യങ്ങളും നൌഷാദ് പകർത്തിയിരുന്നു. ഇതും കേസിൽ നിർണായകമാണ്. 2024 ഫെബ്രുവരി 15 കേസിന്റെ വിചാരണ തുടങ്ങിയത്. 80 സാക്ഷികളെ വിസ്തരിച്ചു. സംസ്ഥാനത്ത് മറ്റൊരു കേസിലുമില്ലാത്ത രീതിയിൽ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളും കോടതിക്ക് മുൻപിൽ നിർണായക തെളിവുകളായി. ഷാബ ഷെരീഫിന്റെ ഭാര്യയും മക്കളും ഷൈബിൻ അഷ്റഫിന്റെ സംഘത്തെ തിരിച്ചറിഞ്ഞിരുന്നു. നൌഷാദ് സാമ്പത്തിക ലാഭത്തിനു വേണ്ടി കള്ളം പറയുന്നുവെന്ന മറുവാദമാണ് പ്രതികളുടെ അഭിഭാഷകർ കോടതിയിൽ ഉന്നയിച്ചത്. കേസിൽ 15 പ്രതികളാണ്. 7ാം പ്രതിയായ നൌഷാദ് മാപ്പുസാക്ഷിയായി. പിടികിട്ടാനുണ്ടായിരുന്ന 2 പ്രതികളിൽ ഒരാളായ ഫാസിൽ ഗോവയിൽ വെച്ച് മരിച്ചു. മറ്റൊരു പ്രതി ഷമീം ഇപ്പോഴും ഒളിവിലാണ്. ഈ കേസിന്റെ വിചാരണ നടക്കുമ്പോൾ തന്നെ മുൻപ് വിദേശത്ത് നടന്ന 2 കൊലപാതകങ്ങൾ ഷൈബിൻ അഷ്റഫിന്റെ നിർദ്ദേശപ്രകാരം ആയിരുന്നുവെന്ന പരാതികളിൽ CBI അന്വേഷണം തുടങ്ങിയിരുന്നു. ഈ മാസം 27 കേസ് വീണ്ടും കോടതി പരിഗണിക്കുന്നത്. കേസിൽ അന്ന് വിധിയുണ്ടാകുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. മലപ്പുറത്തു നിന്നും CV അനുമോദ്, ന്യൂസ് 18. രാവിലെ പൂർണ്ണമാകാനുള്ള സമയമായി. ഇനിയിപ്പോൾ ന്യൂസ് ട്രെൻഡ്സ് ആണ്. സമഗ്രമായ വാർത്തകളും അതിൻ്റെ വിശദാംശങ്ങളും ചർച്ചകളും ഉണ്ടാകും. TG സജിത്ത് ചേരും. നമസ്കാരം.